സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫിൻവെസ്റ്റ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ രണ്ടാമത്തെ ഫിൻ ടെസ്റ്റിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ ഇത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ സമയം കളയാതെ നമ്മൾ ഒന്നാമത്തെ സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, നോക്കടാ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നൾ വെക്ടർ ഈസ്. നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? നൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് 0 എന്നല്ല അർത്ഥം അല്ലേ? നൾ വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവില്ല. 0 മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെ വിളിക്കുന്ന പേരാണ് നൾ വെക്ടർ. അപ്പൊ നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 0 ആണ് എന്നാണ് അതിന്റെ ആൻസർ വരിക അല്ലേ? നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക നൾ വെക്ടറിന് എക്സാമ്പിൾ എന്താണെന്ന് വെക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെക്കാം അല്ലേ? നമുക്കറിയാം വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ മേലെ കറിഞ്ഞാൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള അതിന്റെ വെലോസിറ്റി 0 ആണ് അല്ലേ? എന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വെലോസിറ്റി 0 ആണ്, വെലോസിറ്റി വെക്ടർ ആണ്. അപ്പൊ നൾ വെക്ടറിന് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും വെലോസിറ്റി അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ അല്ലേ? അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഓൾ മാസ് ഓഫ് ദി ബോഡി ഈസ് സപ്പോർട്ട്സ് ടു ബി കോൺസെൻട്രേറ്റഡ് ഈസ് കോൾഡ്. ഓക്കെ, അതായത് ഒരു ബോഡിയുടെ എല്ലാ മാസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കുന്ന പോയിന്റിനെ നമ്മൾ അങ്കലവാടി എന്ന് വിളിച്ച പേരാണ് സെന്റർ ഓഫ് മാസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. എന്താണ്? സെന്റർ ഓഫ് മാസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അവിടെ ഒന്നും നമ്മൾ സമയം കളയുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൊട്ടേറ്റിംഗ് അനലോഗ് ഓഫ് മാസ്. മാസിന്റെ റൊട്ടേറ്റിംഗ് അനലോഗ് അത് നമുക്ക് അറിയണ തന്നെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ? ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ, മാസിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ, ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗസ് ആണ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? റൊട്ടേറ്റിംഗ് അനലോഗ് ഓഫ് മാസ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് നമുക്കറിയണ കേസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം ആൻഡ് മിനിമം അറ്റ് ഡാഷ് ആൻഡ് ഡാഷ് എന്നാണ് പറഞ്ഞത് അല്ലേ? എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മിനിമം ഉണ്ടാവുക, എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? എടാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്പെറിക്കൽ ഷേപ്പ് അല്ല അല്ലേ? നമ്മുടെ എർത്തിന് ഒരു ജിയോയിഡ് ഷേപ്പാണുള്ളത്. ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ആയിരിക്കുള്ളത് നമ്മുടെ ഭൂമിക്കുള്ളത് അല്ലേ? അപ്പൊ നോക്കണം, അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാണ് ഇക്വേറ്റർ, ഇതാണ് പോള്. ഓക്കെ, ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ് ഞാൻ RE എന്ന് കൊടുത്തു. പോളിലോട്ടുള്ള റേഡിയസിന് ഞാൻ RP എന്ന് കൊടുത്തു അല്ലെ? എർത്തിന്റെ ഈ പ്രത്യേക ഷേപ്പ് കാരണമായിട്ട് ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ് കൂടുതലാണ്, പോളിലോട്ടുള്ള റേഡിയസ് കുറവാണ് അല്ലെ? റേഡിയസ് ടു ഇക്വേറ്റർ ഗ്രേറ്റർ ദാൻ റേഡിയസ് ടു പോള്. ഓക്കെ, കറക്റ്റ് അല്ലേ? ആണ്. നമ്മളോട് വെച്ചത് എവിടെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം, എവിടെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മിനിമം. നോക്കടാ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ GM ഡിവൈഡഡ് ബൈ R² ആണ്. അങ്ങനെയാണെങ്കിൽ G ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്ന് പറയാൻ പറ്റും. G ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്ന് വെച്ചാൽ റേഡിയസ് കൂടുതലുള്ളിടത്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവുണ്ടാവുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ റേഡിയസ് എവിടെയാണോ കൂടുതൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നോക്കടാ, ഇക്വേറ്ററിലോട്ടാണ് റേഡിയസ് കൂടുതൽ, അപ്പൊ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും അല്ലെ? പോളിലോട്ടാണ് റേഡിയസ് കുറവ്, അപ്പൊ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം, എവിടെയാണ് മിനിമം? ഞാൻ പറയും പോളിലാണ് മാക്സിമം, ഇക്വേറ്ററിലാണ് മിനിമം അല്ലെ? അപ്പൊ മാക്സിമം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പോൾ എന്ന് പറയും. മിനിമം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ഇക്വേറ്റർ എന്ന് പറയും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ നോ? ഡൗട്ട് ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ. എസ്കേപ്പ് വെലോസിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ചോദിക്കണം അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷനിൽ എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ V=
2gm ഡിവൈഡഡ് ബൈ r അല്ലേ. ഇതിൽ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പ്ലാനറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ എർത്തിന്റെ എസ്കേപ്പ് സ്പീഡ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എർത്തിന്റെ മാസ് അല്ലേ. അതുപോലെ തന്നെ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പൊ നമ്മോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എസ്കേപ്പ് സ്പീഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം മാസ് ഓഫ് പ്ലാനറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസ് ഓഫ് പ്ലാനറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്റ് ഏതാന്നുള്ളതിന് എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The work done in sliding a load is with respect to the frictional force. അതായത് ഒരു ലോഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നിരങ്ങി പോണ സമയത്ത് അവിടെ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കൊണ്ടുള്ള വർക്ക് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എടാ നോക്കടാ, ഒരു സർഫസും കൂടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങി പോവാന്ന് കരുതുക. ഓക്കെ, ഒരു ബോഡി അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഒരു ബോഡി അങ്ങോട്ടാണ് പോണത്, അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. നമ്മളോട് കാണാൻ പറഞ്ഞത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കൊണ്ടുള്ള വർക്കാണ്. ഓക്കെ, വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് W is equal to F.S, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അല്ലെങ്കിൽ FS cos θ എന്ന് എഴുതാൻ പറ്റും. FS cos θ. ഓക്കെ, ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ഇതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് S ആണെന്ന് എഴുതിക്കോ. ഓക്കെ, കോസ് തീറ്റ ഇവിടെ എത്ര ഗ്രാം? 180 ഡിഗ്രി. കാരണം എന്താ? ബോഡി അങ്ങോട്ടാ മൂവ് ചെയ്യണത്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇവിടെ ബോഡി അങ്ങോട്ടാണ് മൂവ് ചെയ്യണത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ബോഡി അങ്ങോട്ടാണ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കോസ് 180 എന്ന് വരും. കോസ് 180 അല്ലെ. കാര്യം എന്താ? ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഇവിടെ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് ആംഗിൾ ഇവിടെ 180 ഡിഗ്രി ആണ്. കോസ് 180 -1 ആണ്, അപ്പൊ -F × S എന്ന് വരും. എന്ന് വെച്ചാൽ ഈ വർക്ക് ഇവിടെ എന്താണെടാ? ഈ വർക്ക് ഇവിടെ നെഗറ്റീവ് വർക്കാണ്. ഈ വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ് കേട്ടോ. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് വർക്കാണ് നമുക്കറിയാം അല്ലെ. ഇവിടെ ബോഡി മുന്നിക്ക് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മുന്നിക്കായിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവിടെ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് പോയ്സൺസ് റേഷ്യോ ലൈസ് ബിറ്റ്വീൻ. പോയ്സൺസ് റേഷ്യോന്റെ വാല്യൂ ഏത് റേഞ്ചിനകത്ത് വരുന്നതാണ് ചോദ്യം അല്ലെ. പോയ്സൺസ് റേഷ്യോന്റെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. പോയ്സൺസ് റേഷ്യോന്റെ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് -1ന്റെയും അതുപോലെ തന്നെ 0.5ന്റെയും ഇടക്കാണ് വരിക. പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0ന്റെയും 0.5ന്റെ ഇടക്കാണ് വരിക. ഓക്കെ, തിയററ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1ന്റെയും 0.5ന്റെ ഇടക്ക് വരും. പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0ന്റെയും 0.5ന്റെ ഇടക്ക് വരും. അപ്പൊ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റുക B ആണ്, 0.2 to 0.4. ഓക്കെ, കറക്റ്റ് ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. നമുക്ക് ഏകദേശം ഏറ്റവും അടുത്തുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള നിലക്ക് 0.2ന്റെയും 0.4ന്റെ ഇടക്കാന്നുള്ളത് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, 0ന്റെയും 0.5ന്റെ ഇടക്ക്. അപ്പൊ 0ന്റെയും 0.5ന്റെ ഇടക്കിന് പകരം 0.2ന്റെയും 0.4ന്റെ ഇടക്കെന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പോയ്സൺസ് റേഷ്യോന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ സെഷൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്കുള്ളത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എടാ നോക്കാം, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A.B മാഗ്നിറ്റ്യൂഡ് എന്തിനോട് ഈക്വൽ ആണ്? A ക്രോസ് B മാഗ്നിറ്റ്യൂഡിനോട് ഈക്വൽ ആണ്. Then what is the angle between A and B? A.B മാഗ്നിറ്റ്യൂഡ് A ക്രോസ് B മാഗ്നിറ്റ്യൂഡിനോട് ഈക്വൽ ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്താണ് വരിക നോക്കി നോക്കാം. ഓക്കെ, നമുക്കറിയാം A.B ഇവിടെ എന്തിനോട് ഈക്വൽ ആണ്? A ക്രോസ് Bക്ക് ഈക്വൽ ആണ് അല്ലേ. നമുക്കറിയാം A.B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB കോസ് തീറ്റയാണ് അല്ലേ. A.B എന്ന് പറഞ്ഞാൽ AB കോസ് തീറ്റയാണ്. ഇസ് ഈക്വൽ ടു A ക്രോസ് B എന്ന് പറഞ്ഞാൽ AB സൈൻ തീറ്റയാണ്. ഓക്കെ, ഇൻറ്റു എൻ ക്യാപ്പ് ഉണ്ടാവും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഓല് ഇങ്ങനെ തന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് പിന്നെ ആ ഡയറക്ഷൻ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 2 സൈഡിലും AB ഉണ്ടെങ്കിൽ 2 സൈഡിലും ABകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് വരും. കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. ആ സൈൻ തീറ്റ ഇങ്ങോട്ട് എടുത്താൽ കോസ് തീറ്റ
ഓക്കെ, ഈ കോസ് തീറ്റ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 1 ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് വരും. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഈക്വൽ ടു 1. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 1. ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കണം. തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. നമ്മളോട് ഇവിടെ ആംഗിൾ ആണ് കണ്ടെത്താൻ വന്നത്. അപ്പോൾ ആംഗിൾ എന്താണ്? 45 ഡിഗ്രി. സിമ്പിൾ അല്ലടാ. എ ഡോട്ട് ബിന്റെ മാഗ്നിറ്റ്യൂഡും എ ക്രോസ് ബിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. എ ഡോട്ട് ബിക്ക് എ ബി കോസ് തീറ്റ, എ ക്രോസ് ബിക്ക് എ ബി സൈൻ തീറ്റ. എ ബി രണ്ട് സൈഡിൽ ഉണ്ടായതുകൊണ്ട് ക്യാൻസൽ ആയി. ഇനി കോസ് തീറ്റ ഇങ്ങോട്ട് എടുത്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഈക്വൽ ടു 1 വരും. അപ്പോൾ ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആൻ ഒബ്ജക്റ്റ്? അല്ലേ, ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ അല്ലേ. ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ അല്ലേ. എടാ, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ഷേപ്പ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈസ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്കറിയാം, ഒരു റിങ്ങിനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല ഒരു ഡിസ്കിനുള്ളത്, ഒരു ഡിസ്കിനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല ഒരു സ്ഫിയറിനുള്ളത്. അപ്പോൾ ഓരോ സൈസിനും ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഷേപ്പിനും എന്ത് മാറ്റമുണ്ട്? മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറ്റമുണ്ട്. നിങ്ങൾ റിങ്ങിന് വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, ഡിസ്കിന് വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, സ്ഫിയറിന് വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഷേപ്പിനും ഓരോ ഇക്വേഷൻ കിട്ടാൻ കാരണം അവിടെ ഷേപ്പ് മാറുമ്പോൾ എന്ത് മാറുന്നുണ്ട്? മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു പോയിന്റ് നമുക്ക് ഒന്നാമതായിട്ട് എഴുതി വെക്കാൻ പറ്റും അല്ലേ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു റിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കൂടെ പോണ ആക്സിസിൽ കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല അതിൻ്റെ ഡയമീറ്ററിൽ കൂടെ പോണ ആക്സിസിലൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. എന്ന് വെച്ചാൽ ഇവിടെ സെൻറ്ററിൽ കൂടെ ഒരു ആക്സിസ് പോകുമ്പോൾ അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് വേറെ ഇക്വേഷൻ ആണ്, ഡയമീറ്ററിൽ കൂടെ പോകുമ്പോൾ അവിടെ വേറെ ഇക്വേഷൻ ആണ്. ദാറ്റ് മീൻസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും? ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും. ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും എന്ന് പറയാൻ പറ്റും അല്ലേ. അടുത്ത മൂന്നാമത്തത് മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും അല്ലേ. മാസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ആ മാസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കൂടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 3 പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. ഷേപ്പ് ഓഫ് ദി ബോഡി, സൈസ് ഓഫ് ദി ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതിന് എന്ത് ചെയ്യുന്നുണ്ടാകും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും എന്നുള്ളത് അവിടെ പോയിന്റ്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ പറയണത്? ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ പറയണത് വെൻ ദി ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ ബോഡി ഈസ് 0. ഒരു ബോഡിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ കൺസർവ്ഡ് ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്. എന്താണ്? ഒരു ബോഡിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. വെൻ ദ total external torque acting on a body is 0, the angular momentum of the system is conserved. ഇതാണ് എന്ത് പറയുന്നത്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ടോ ഈക്വൽ ടു dl/dt എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ടോർക്ക് 0 എന്ന് എഴുതുക, ടോ ഈക്വൽ ടു 0 എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ 0 ഈക്വൽ ടു dl/dt എന്ന് വരും. കറക്റ്റ് അല്ലേ? 0 ഈക്വൽ ടു dl/dt. ഓക്കെ, എടാ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുക? കോൺസ്റ്റന്റുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 0 കിട്ടുക. അപ്പൊ നോക്കാം, ഇവിടെ dl/dt ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടുന്നുണ്ട്. അതിനർത്ഥം ആ എല്ലാം അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ബിക്കോസ് കോൺസ്റ്റന്റുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 0 കിട്ടുക. അപ്പൊ dl/dt 0 ആണെങ്കിൽ അവിടെ എല്ലാം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ടോർക്ക് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്താകും? കോൺസ്റ്റന്റ് ആകും. ടോർക്ക് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കോൺസ്റ്റന്റ് ആകും. അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. 2 ബോഡീസ് ഓഫ് മാസസ് 4 കിലോഗ്രാം ആൻഡ് 3 കിലോഗ്രാം. 2 ബോഡികൾ ഉണ്ട്. ഒരാളെ മാസ് 4 കിലോഗ്രാം ആണ്, ഒരാളെ മാസ് 3 കിലോഗ്രാം ആണ്. ഓക്കെ, മൂവിങ് വിത്ത് ഈക്വൽ ലീനിയർ മൊമെന്റം. ഓക്കെ, രണ്ടാളുകൾക്കും ലീനിയർ മൊമെന്റം സെയിം ആണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ബോഡിന്റെ മൊമെന്റം എന്തിനോട് ഈക്വൽ ആണ്? രണ്ടാമത്തെ ബോഡിന്റെ മൊമെന്റത്തിനോട് ഈക്വൽ ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദയർ കൈനറ്റിക് എനർജീസ്. ഓക്കെ, എടാ കൈനറ്റിക് എനർജിക്ക് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് മൊമെന്റത്തിന്റെ ടേമിൽ p²/2m. കറക്റ്റ് അല്ലേ? p²/2m കൈനറ്റിക് എനർജിക്ക് അല്ലേ? അപ്പൊ ഒന്നാമത്തെ ആളെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് p²/2m1. നോക്കാം, ഇവിടെ നിങ്ങൾ p1 p2 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഒന്നാമത്തെ ആളി രണ്ടാമത്തെ ആളി മൊമെന്റം സെയിം ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ സെയിം ആണെങ്കിൽ p1 p2 എന്ന് കൊടുക്കണ്ട, p എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഒന്നാമത്തെ ആളെ കൈനറ്റിക് എനർജി p²/2m എന്ന് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ആളെ കൈനറ്റിക് എനർജി p²/2m2 എന്ന് എഴുതാൻ പറ്റും. p²/2m2 നമുക്ക് വേണ്ടത് അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ. അപ്പൊ k1/k2 ചെയ്യാം. k1/k2 is equal to p²/2m1 all divided by p²/2m2. ഓക്കെ, അവിടെ രണ്ട് സൈഡിലും p² ക്യാൻസൽ ചെയ്യുക, 2 ക്യാൻസൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ k1/k2 ഈക്വൽ ടു ഏറ്റവും താഴെ കിടക്കണ m2 മേലക്കെത്തും. അപ്പൊ എന്ത് വരൂടാ? m2/m1. m2/m1. m2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാസ്, അത് 3 കിലോഗ്രാം എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. m1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മാസ്, അത് 4 കിലോഗ്രാം എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ആൻസർ എന്തായി? k1/k2 ഈക്വൽ ടു 3/4. k1/k2 ഈക്വൽ ടു 3/4. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടാവില്ലല്ലോ? സംശയം ഉണ്ടാവില്ല. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി. ഇത് ക്ലിയർ അല്ലടാ? സംശയം ഉണ്ടോ? ഇല്ല. കൈനറ്റിക് എനർജിക്ക് p²/2m ഉണ്ട്, മൊമെന്റം സെയിം ആണ്, അപ്പൊ രണ്ടാക്കും p തന്നെയാണ്. പിന്നെ മാസ് വ്യത്യാസം ഉണ്ട്, അപ്പൊ m1 m2 എന്ന് കൊടുക്കുക. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ p²2 ഒക്കെ പോയിട്ട് ഏറ്റവും താഴെയുള്ള m2 മേലക്കാണ് കയറും. അപ്പൊ m2/m1 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണ്? യെസ്. A body of mass 5 kilogram thrown vertically up with kinetic energy 490 joule. ഓക്കെ, ഒരു ബോഡി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ബോഡി ഉണ്ട്. ആ ബോഡി എന്ത് ചെയ്യാണ്? മേലക്കറിയാണ് വിത്ത് കൈനറ്റിക് എനർജി. ഓക്കെ, ഇതിനെറിയുന്ന സമയത്ത് അവിടെയുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് എറിയുന്ന സമയത്ത് അതിനുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 490 ജൂളാണ്. 490 ജൂളാന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ബിക്കംസ് ഹാഫ്. ഓക്കെ, അതായത് ഈ ബോഡി ഇങ്ങനെ മേലേക്ക് പോയിട്ടുണ്ട്, ഈ ബോഡി ഇങ്ങനെ എറിഞ്ഞിട്ട് മേലേക്ക് പോയിട്ട് ഏതോ ഒരു ഹൈറ്റ് എത്തി. ആ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആ ഹൈറ്റിന്റെ പ്രത്യേകത അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആദ്യത്തെ കൈനറ്റിക് എനർജി 1 ആണെന്നിരിക്കോ. ഇപ്പൊ രണ്ടാമത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിയുടെ പകുതിയാണ്. ഓക്കെ, അതായത് എറിഞ്ഞ സമയത്തുള്ള കൈനറ്റിക് എനർജി എന്താണോ അതിന്റെ പകുതി കൈനറ്റിക് എനർജി ആണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഹൈറ്റ് എന്താന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? 490 ആണ്. 490നെ പകുതി എടുക്കുക. കൈനറ്റിക് എനർജി പകുതിയായി എന്നല്ല പറഞ്ഞത് അല്ലേ? അപ്പൊ 490ന്റെ പകുതി കൈനറ്റിക് എനർജിയാണ് ഇപ്പൊ ഉണ്ടാവുക. അപ്പൊ 490/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 245. കറക്റ്റ് അല്ലേ? 490/2 ചെയ്ത് കഴിഞ്ഞാൽ 245 ജൂൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ കൈനറ്റിക് എനർജി എത്ര ഉള്ളൂ? 245 ജൂളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എന്താന്നുള്ളതാണ് നമ്മോട് ചോദിക്കുന്നത്. ഓക്കെ, എടാ ഇതാണ് ബോഡി നിൽക്കുന്ന ഒന്നാമത്തെ ലൊക്കേഷൻ, ഇതാണ് ബോഡി നിൽക്കുന്ന രണ്ടാമത്തെ ലൊക്കേഷൻ. ഓക്കെ, നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ബൈ കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ടോട്ടൽ എനർജി എല്ലാ സമയത്തും സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ ബോഡിക്ക് ഒന്നാമത് ഉണ്ടായിരുന്ന ടോട്ടൽ എനർജി എന്തിനോട് ഈക്വൽ ആയിരിക്കും? രണ്ടാമത് ഉണ്ടായിരുന്ന ടോട്ടൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഒന്നാമത്തെ കൈനറ്റിക് എനർജി പ്ലസ് ഒന്നാമത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തിനോട് ഈക്വൽ ആണ്? രണ്ടാമത്തെ കൈനറ്റിക് എനർജി പ്ലസ് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. കറക്റ്റ് അല്ലേ? കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം
ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും ബോഡിന്റെ ടോട്ടൽ എനർജി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒന്നാമത്തെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി രണ്ടാമത്തെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. ഇവിടെ നോക്കാം, ഒന്നാമത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? 490. ഇപ്പം ഞാൻ അവിടെ എന്ത് കൊടുത്തു? 490. ഓക്കെ, പ്ലസ് ഒന്നാമത്തെ പൊട്ടൻഷ്യൽ എനർജി. എടാ ഇനീഷ്യലി ഇത് ഗ്രൗണ്ടിലല്ലേ നിൽക്കുന്നത്? ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഹൈറ്റ് 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0 ഈക്വൽ ടു രണ്ടാമത്തെ കൈനറ്റിക് എനർജി അല്ലേ 245 അല്ലേ? അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? 245 പ്ലസ് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജി mgh എഴുതാൻ പറ്റും. രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജി mgh. അപ്പോൾ നമുക്ക് ആ h ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ ആ mgh അവിടെ നിർത്തുക. എന്നിട്ട് 245 എടുക്കുക അങ്ങോട്ട്. അപ്പം 490 മൈനസ് 245 എന്ന് വരും. 490 245 കുറച്ചാൽ 245 തന്നെയാണ് വരിക അല്ലേ? അപ്പം mgh ഈക്വൽ ടു 245. അങ്ങനെയാണെങ്കിൽ h ഈക്വൽ ടു 245 ഡിവൈഡഡ് ബൈ mg ഇസ് ഈക്വൽ ടു 245 ഡിവൈഡഡ് ബൈ m എത്ര ഇടാം? ഈ ബോഡിന്റെ മാസ് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 5 കിലോഗ്രാം ആണ് കേട്ടോ. മാസ് 5 ആണ്. ജീന്റെ വാല്യൂ നിങ്ങൾക്ക് 9.8 കൂടെ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. കേട്ടോ. അപ്പം ഇത്ര കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 5 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. ആൻസർ 5 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തത് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഈ ബോഡിക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ടോട്ടൽ എനർജി ബോഡിയുടെ അവസാനത്തെ ടോട്ടൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ ഒന്നാമത് കൈനറ്റിക് എനർജി ഉണ്ട്, പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഒന്നാമത്തത് 0 ആണ്, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അല്ലേ? എന്നാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh ആണ് രണ്ടാമത്തത്. ഓക്കെ, കൈനറ്റിക് എനർജി 245. അത് കൂട്ടിയിട്ട് അവിടുന്ന് ഹൈറ്റ് കാണുക. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഡൗട്ട് ഉണ്ടാവില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കെപ്ലേഴ്സ് തേർഡ് ലോ. അല്ല സെക്കൻഡ് ലോ അല്ലേ? ഇവിടെ എന്താ കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോ പറഞ്ഞത്? ദ ലൈൻ ജോയിനിങ് എനി പ്ലാനറ്റ് ടു സൺ സീപ്സ് ഔട്ട് ടു ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 3 ലോസ് ആണ് കെപ്ലേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ലോ ഓഫ് ഏരിയാസ് എന്നാണ് അതിന് പറയുക അല്ലേ? എന്താണ് ആ ലോ പറയുന്നത്? ദ ലൈൻ ജോയിനിങ് എനി പ്ലാനറ്റ് ടു സൺ സീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി. അത് നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്ന് പറയും അല്ലേ? ഏരിയൽ വെലോസിറ്റി dA by dt ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. dA by dt ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് എന്നാണ് ആര് പറയുന്നത്? കെപ്ലറിന്റെ രണ്ടാമത്തെ ലോ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് കെപ്ലറിന്റെ രണ്ടാമത്തെ ലോ. ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളുടെ നോട്ടിനകത്ത് ഉണ്ടാകും. അതൊന്നും നോക്കിയിട്ട് അത് അവിടെ എഴുതി കൊടുക്കേ ആവശ്യമുള്ളൂ. നോക്കിയിട്ടല്ല, പഠിച്ചിട്ട് അവിടെ എഴുതി കൊടുക്കാൻ ആവശ്യമുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ ബോഡി അറ്റ് ദി സർഫസ് ഓഫ് എർത്ത് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. അപ്പൊ നോക്കിക്കോട്ടോ, എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം ഒരു എർത്ത് വരച്ചു. എർത്തിന്റെ റേഡിയസ് 6 ആണ്. എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി നിൽക്കുന്നുണ്ട്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഈ ബോഡിന്റെ മാസ് സ്മോൾ ലെറ്റർ m ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 ബോഡികൾക്കിടക്ക്, അതായത് എർത്തിന്റെയും ഈ ബോഡിന്റെയും ഇടക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? എന്താണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഓക്കെ, അവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് FG ഈക്വൽ ടു GMM ഡിവൈഡഡ് ബൈ R² ആണ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം GMM ഡിവൈഡഡ് ബൈ R² അല്ലേ? ഓക്കെ, അപ്പൊ നോക്കടാ, F ആണ് GMM ബൈ R². എഫിനകരം MA എന്ന് കൊടുത്തൂടെ അല്ലേ? ന്യൂട്ടൺ തന്നെ പറഞ്ഞതാണ് എഫിനകരം MA കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇത് സ്മോൾ ലെറ്റർ M ആട്ടോ. MA ഈക്വൽ ടു GMM ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ഞാൻ ഈ സ്മോൾ ലെറ്റർ M പോയിട്ടോ, 2 സൈഡിൽ സ്മോൾ ലെറ്റർ M ഉണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ആക്സിലറേഷന് G എന്ന് കൊടുത്തു. അപ്പോൾ G is equal to GM divided by R². This is the expression for acceleration due to gravity at the surface of Earth അല്ലേ? അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുള്ളത് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കുക, അവിടെ MA എന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ.
യെസ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി 2 സെഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ സെഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 3ാമത്തെ സെഷൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ അനലോഗ് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോഴ്സിന്റെ അനലോഗസ്, റൊട്ടേഷൻ അനലോഗസ് ആണ് ടോർക്ക് അല്ലേ. ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗസ് ആണ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ദ ടോർക്ക് ഡ്യൂ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് 0? അപ്ലൈഡ് ഫോഴ്സ് കൊണ്ടുള്ള ടോർക്ക് 0 ആകാനുള്ള കണ്ടീഷൻ എന്താണ് എന്ന്. ഓക്കെ, എടാ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് is equal to R cross F. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ടോർക്കിന്റെ ഇക്വേഷൻ R cross F, അല്ലെങ്കിൽ ടോർക്ക് ടോ ഈക്വൽ ടു RF sin θ എന്ന് എഴുതാൻ പറ്റും. RF sin θ അല്ലേ. നമ്മളോട് പറഞ്ഞത് ടോർക്ക് 0 ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എടാ ടോർക്ക് 0 ആകണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ R 0 ആകണം, അല്ലെങ്കിൽ F 0 ആകണം, അല്ലെങ്കിൽ തീറ്റ 0 ഡിഗ്രി ആകണം. നോക്കണം, സൈൻ 0 നോക്കാം. ഇഫ് തീറ്റ ഈക്വൽ ടു 0, സൈൻ 0 വരും, അവിടെ ടോർക്ക് എന്തായി പോകും, 0 ആയി പോകും അല്ലേ. അപ്പൊ നമ്മോട് ചോദിച്ചാൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ടോർക്ക് ബിക്കംസ് 0? ടോർക്ക് 0 ആകാനുള്ള കണ്ടീഷൻ എന്താണ്? അവിടെ ആംഗിൾ 0 ആകണം. ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ? ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിലുള്ള ആംഗിൾ എന്താകണം? 0 ആകണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് ആക്സിസ് എന്ന് എഴുതിക്കോ. അപ്പോൾ ഇതൊരു ഡോറാന്ന് എഴുതിക്കോ. അപ്പോൾ ഇവിടെ ഒരു ഡോറാണ്. ഓക്കെ, ഇപ്പോൾ ഡോറിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്കറിയാം ഡോറിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ R എന്ന് പറഞ്ഞാൽ. ആ ആംഗിൾ എന്താകണം? 0 ആകണം അല്ലേ. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എന്താകണം? 0 ആകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പറയാൻ പറ്റും? ടോർക്ക് 0 ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ടോർക്ക് എപ്പോഴാണ് 0 ആവുക? ആറും എഫും തമ്മിലുള്ള ആംഗിൾ 0 ആയി കഴിഞ്ഞാൽ അവിടെ ടോർക്ക് എന്താകും? 0 ആകും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 3 masses ആർ അറേഞ്ച്ഡ് ഓൺ എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസ് ഉണ്ട്, ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട് കേട്ടോ. എക്സ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസിൽ 3 മാസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 300 ഗ്രാം, 500 ഗ്രാം, അതുപോലെ തന്നെ 400 ഗ്രാം. ഓക്കെ, 3 masses ആർ അറേഞ്ച്ഡ് ഓൺ എക്സ് ആക്സിസ്. 300 ഗ്രാം അറ്റ് ഒറിജിൻ. ഓക്കെ, ഒറിജിനിലാണ് ആര് കിടക്കുന്നത്? 300 ഗ്രാം കിടക്കണം. അപ്പോൾ ഒന്നാമത്തെ മാസ് 300 ഗ്രാം ഒറിജിനിലാണ് കിടക്കുന്നത്. പിന്നെ 500 ഗ്രാം അറ്റ് 40 സെന്റിമീറ്റർ. ഇപ്പം ഇവിടെ 500 ഗ്രാം ഉണ്ട് എഴുതുക. 500 ഗ്രാം ഉണ്ട്. അത് എത്ര സെന്റിമീറ്ററിലാണടാ? 40 സെന്റിമീറ്റർ കേട്ടോ. 40 സെന്റിമീറ്റർ. ഇവിടെ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 40 സെന്റിമീറ്റർ. ആൻഡ് 400 ഗ്രാം അറ്റ് 70 സെന്റിമീറ്റർ. ഇവിടെ 400 ഗ്രാം ആണ്. 400 ഗ്രാം അത് നിൽക്കുന്നത് 70 സെന്റിമീറ്ററിലാണ്. 400 ഗ്രാം നിൽക്കുന്നത് 70 സെന്റിമീറ്ററിലാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് അല്ലേ. എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കാണാനുള്ള ഫോർമുല m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 ഓൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എന്നുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കാണാൻ വേണ്ടിയിട്ട് സീക്വൽ ടു m1 ഒന്നാമത്തെ മാസ് എത്രടാ? 300. അപ്പൊ 300 ഇൻറ്റു x1 ഒന്നാമത്തെ ബോഡി ഒറിജിനൽ ആയതുകൊണ്ട് x1 0 പ്ലസ് m2 രണ്ടാമത്തെ മാസം എന്താണ്? 500 ഗ്രാം ഇൻറ്റു x2 രണ്ടാമത്തെ മാസത്തിലോട്ടുള്ള ഡിസ്റ്റൻസ് 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ 40 എന്ന് കൊടുക്കുക x2 പ്ലസ് m3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മാസ് 400 ഗ്രാം. മൂന്നാമത്തെ മാസ് 400 ഗ്രാം ഇൻറ്റു x3 മൂന്നാമത്തെ മാസത്തിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 70 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അപ്പൊ 300 പ്ലസ് 500 അല്ലേ. 500 പ്ലസ് 400. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് ആൻസർ. കാൽക്കുലേറ്റർ ഉണ്ടാവും കയ്യിൽ, ഇതൊന്ന് അടിച്ചു കൊടുത്താൽ ആൻസർ കിട്ടും. ഇസ് ക്ലിയർ? ഡൗട്ട് ഉണ്ടാവില്ലല്ലോ? ഇല്ല. നമ്മൾ പഠിച്ചതാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. നമ്മളോട് വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാനും പറയുന്നുണ്ട്, അത് സ്റ്റേറ്റ് ചെയ്യാനും പറയുന്നുണ്ട് അല്ലേ. എടാ നമുക്കറിയാം എന്താണ് വർക്ക് എനർജി തിയറം പറയണത്. വർക്ക് എനർജി തിയറം പറയണത് ഇതാണ്, ടോട്ടൽ വർക്ക് ഡൺ. എന്താ വർക്ക് എനർജി തിയറം പറയണത്? ടോട്ടൽ വർക്ക് ഡൺ എന്തിനോട് ഈക്വൽ ആണ്? ടോട്ടൽ വർക്ക് ഡൺ എന്തിനോട് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ് അല്ലേ. ടോട്ടൽ വർക്ക് ഡൺ എന്തിനോട് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യും വേണം? പ്രൂവ് ചെയ്യും വേണം അല്ലേ. അപ്പൊ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വർക്ക് എനർജി തിയറം? ടോട്ടൽ വർക്ക് ഡൺ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവാട്ടോ. ശ്രദ്ധിച്ചോളൂ, പ്രൂഫ് ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞൊരു കൈനമാറ്റിക് ഇക്വേഷൻ സ്ട്രൈറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. യു സ്ക്വയർ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2as. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ എന്ത് അറിയോ? മൾട്ടിപ്ലൈ വിത്ത് ഹാഫ് എം. ഓക്കെ, ഇതിലുള്ള ഓരോ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഹാഫ് എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാഫ് എം വി സ്ക്വയർ എന്ന് വരും. ഹാഫ് എം വി സ്ക്വയർ ഇവിടെ ഒരു ഹാഫ് എം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതുമാതിരി ഇവിടെ ഹാഫ് എം യു സ്ക്വയർ എന്ന് വരും. ഇവിടെ ഹാഫ് എം യു സ്ക്വയർ വരും. ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ഹാഫ് എം മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കി അവിടെ 2as ഓൾറെഡി ഉണ്ട്. 2as ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പം അതിൽ 2 ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. നോക്കടാ, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി അല്ലേ. കാര്യം വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. അതുമാതിരി ഹാഫ് എം യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് എം വി സ്ക്വയറിനെ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഹാഫ് എം യു സ്ക്വയറിനെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ബാക്കി ഇവിടെ MAS. ഓക്കെ, എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട് F ഈക്വൽ ടു MA. അപ്പൊ MAക്ക് പകരം F കൊടുക്കാം. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. MA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് വർക്കല്ലേ. വർക്കല്ലടാ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വർക്ക്. അപ്പൊ എന്തായി? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ് ഇക്വേഷൻ എടുക്കുക. അപ്പൊ അതിൽ മൈനസ് ഇങ്ങോട്ട് കൊടുത്താൽ അല്ല, യു സ്ക്വയർ ഇങ്ങോട്ട് എടുത്താൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. രണ്ട് സൈഡിൽ ഒരു ഹാഫ് എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ, ഇത് ഹാഫ് എം യു സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ ഫൈനൽ കൈനറ്റിക് എനർജി ആണ്. ഹാഫ് എം യു സ്ക്വയർ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. ഇവിടെ രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. MA എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആൻഡ് പ്രൂഫ്. ക്ലിയർ ആണല്ലോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറന്നു വരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മറന്നു വരുത്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കണതാണ് വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ NCERT ബുക്കിൽ തന്നെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻ എലവേറ്റർ ക്യാൻ ക്യാരി മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം എലവേറ്റർ പ്ലസ് പാസഞ്ചർ. ഒരു എലവേറ്റർ ഉണ്ട്, ഒരു ലിഫ്റ്റ് ഉണ്ട് എന്നിരിക്കോ. ആ ലിഫ്റ്റിന് മാക്സിമം അവിടെ താങ്ങാൻ പറ്റുന്ന മാസ് എത്രയാണ്? 1800 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ അവിടെ മാസ് തന്നിട്ടുണ്ട്. ലിഫ്റ്റിൻ്റെയും പിന്നെ അതിലുള്ള ആൾക്കാർ മൊത്തം മാസാണ് തന്നിട്ടുള്ളത്. മാസ് എത്രയാണ്? 1800 കിലോഗ്രാം ആണ്. 1800 കിലോഗ്രാം ആണ്. ഈസ് മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മേലോട്ട് മൂവ് ചെയ്യാണ്. മേലോട്ട് മൂവ് ചെയ്യണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിങ് ദ മോഷൻ ഈസ് 400 ന്യൂട്ടൺ. എടാ, ഈ മോഷൻ മേലക്കാണെങ്കിൽ അതിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുക. ആ ഫ്രിക്ഷൻ ഇവിടെ 4000 ന്യൂട്ടൺ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ? ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പവർ ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, മോഷൻ മേലക്കായതുകൊണ്ട് അതിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ താഴത്തോട്ടാണ് ഇവിടെ ആരുണ്ടാവുക? ഫ്രിക്ഷൻ ഉണ്ടാവുക. പിന്നെ ഇവിടെ ഉള്ള ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ വെയിറ്റ് ആണ്. വെയിറ്റ് mg എന്തെങ്കിലും ഉണ്ടാവും, താഴത്തോട്ട് ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊത്തം ഫോഴ്സ് എന്താ? മൊത്തം ഫോഴ്സ് 2 ഫോഴ്സ് ആണുള്ളത്. ഒന്ന് വെയിറ്റ്, മറ്റേത് ഫ്രിക്ഷൻ. രണ്ടും താഴത്തേക്കാണ് അല്ലേ. അപ്പൊ ഇവിടുത്തെ മൊത്തം ഫോഴ്സ് എന്താണ്? mg പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. mg പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു
ഈക്വൽ ടു എം എത്രയാണ് 1800, എം 1800 ഇൻറ്റു ജി നമുക്ക് തൽക്കാലം 10 എടുക്കാം പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് 4000 അല്ലേ. അപ്പം 1800 പ്ലസ് ഇൻറ്റു 10 ചെയ്താൽ 1800 ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക പ്ലസ് 4000 ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇതാണ് ഇവിടെയുള്ള മൊത്തം ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. 18000 പ്ലസ് 4000 18000 പ്ലസ് 4000 അപ്പം എത്ര 22000 അല്ലേ. 18000 പ്ലസ് 4000 22000. ഓക്കെ 22000 10000 ന്യൂട്ടൺ ആണ് ഇവിടെയുള്ള മൊത്തം ഫോഴ്സ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പവർ ആണ്. പവർ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പവർ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എത്രയാണ് 22000 ഇൻറ്റു വെലോസിറ്റി എത്രയാണ് 2. അപ്പോൾ ആൻസർ 44000 പവർ ആയതുകൊണ്ട് യൂണിറ്റ് വാട്ട് എന്ന് കൊടുക്കും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ 2 ഫോഴ്സുകളാണ് ഉണ്ടാവുക. ഒന്ന് ഇതിന്റെ വെയിറ്റ് എം ജി താഴത്തോട്ട്, മോഷൻ മേലക്കാണ് അതിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഫ്രിക്ഷൻ താഴത്തോട്ട്. അപ്പൊ മൊത്തം ഫോഴ്സ് എം ജി പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ അത് കാണുക, മൊത്തം ഫോഴ്സിനെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വെലോസിറ്റി 2 എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ നിന്ന് കിട്ടും, പവർ കിട്ടും. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ സെഷനിലുള്ളത്. അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ ഈ സെഷനിൽ. അല്ല, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലല്ലേ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോലെ നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ 19ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? 2 വയേഴ്സ് ഓഫ് ഡയാമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ വയറുകളുടെ ഡയമീറ്ററുകൾ തന്നിട്ടുണ്ട്. 0.25 സെന്റിമീറ്റർ ആർ ലോഡഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ്. സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് ആണ് തന്നിട്ടുള്ളത് 2 × 10⁻11 ആണ്. ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് വയർ ഈസ് 0.91 × 10⁻11 ആണ്. ഫൈൻഡ് ദി ഇലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ്. ഇവിടെ ഇലോങ്ങേഷൻ എത്ര വലിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഓക്കെ, നമുക്കറിയാം യങ്സ് മോഡുലസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ എൽ ആണ് ഇലോങ്ങേഷൻ. അപ്പൊ ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെൽറ്റ എൽ, ഈ ഡെൽറ്റ എൽ ഇങ്ങോട്ട് ഇട്ടിട്ട് വൈ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ FL ഡിവൈഡഡ് ബൈ AY എന്ന് എഴുതാൻ പറ്റും. FL ഡിവൈഡഡ് ബൈ AY. ഇപ്പൊ ഇതാണ് ഇലോങ്ങേഷൻ കാണാനുള്ള ഫോർമുല കേട്ടോ. ഇലോങ്ങേഷൻ കാണാനുള്ള ഫോർമുല ഡെൽറ്റ എൽ ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ AY. ഓക്കെ, നമുക്കിവിടെ സ്റ്റീലിന്റെ ഇലോങ്ങേഷനും കാണണം, ബ്രാസിന്റെ ഇലോങ്ങേഷനും കാണണം. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റീലിന്റെ കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇലോങ്ങേഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഫോഴ്സ് എന്താണെന്ന് അറിയണം, ലെങ്ത് എന്താണെന്ന് അറിയണം, ഏരിയ എന്താണെന്ന് അറിയണം, യങ്സ് മോഡുലസ് എന്താണെന്ന് അറിയണം അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ലെങ്ത് എന്താ നോക്കി നോക്കാം. ലെങ്ത് ഓക്കെ, എടാ ഇത് ആദ്യം നമുക്ക് ഫോഴ്സ് എന്താ നോക്കി നോക്കാം. ഇതല്ലേ സ്റ്റീൽ വയർ, ഈ മേലെ കാണാനാണ് സ്റ്റീൽ വയർ അല്ലേ. എടാ ഈ സ്റ്റീൽ വയറിന് ഒന്ന് ഈ 4 കിലോഗ്രാമിന്റെ വെയിറ്റ് കിട്ടും. അതേമാതിരി ഏറ്റവും താഴെ 6 കിലോഗ്രാമിന്റെ വെയിറ്റും കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പൊ സ്റ്റീലിന് കിട്ടുന്ന മൊത്തം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കിലോഗ്രാമിനെ കൊണ്ടുള്ള വെയിറ്റ് അല്ലേ. വെയിറ്റ് ഡ്യൂ ടു 4 കിലോഗ്രാം പ്ലസ് വെയിറ്റ് ഡ്യൂ ടു 6 കിലോഗ്രാം. കറക്റ്റ് അല്ലേ? 2 വെയിറ്റ് കിട്ടുട്ടോ. കാരണം ഈ സ്റ്റീൽ വയറിന്റെ താഴത്താണ് 4 കിലോഗ്രാമും 6 കിലോഗ്രാമും കിടക്കുന്നത്. 6ന്റെ വെയിറ്റും കിട്ടും, 4 കിലോഗ്രാമിന്റെ വെയിറ്റും കിട്ടും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവണ ഇയാൾക്ക് കിട്ടുന്ന മൊത്തം ഫോഴ്സ് M1 പ്ലസ് M2 ഇൻറ്റു ജി എന്ന് എഴുതേണ്ടി വരും. M1 പ്ലസ് M2 ഇൻറ്റു ജി അല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ് mg എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഇത് M1 ആണെന്നിരിക്കോ, ഇത് M1 ആണ്, ഇത് M2 ആണെന്നിരിക്കോ. അപ്പൊ M1നെ കൊണ്ട് M2നെ കൊണ്ടും സ്റ്റീലിന് അവിടെ എന്ത് കിട്ടുന്നുണ്ടാകും, ഫോഴ്സ് കിട്ടുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ M1 എന്താണ് 4, പിന്നെ M2 എന്താണ് 6. അപ്പൊ 4 പ്ലസ് 6, ജിക്ക് തൽക്കാലം നമ്മൾ 10 കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F ഇസ് ഈക്വൽ ടു 6 + 4 10 10 × 10 100 ന്യൂട്ടൺ ആണ് സ്റ്റീലിന്റെ മേലെ കിട്ടുന്ന മൊത്തം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഫോഴ്സ് കിട്ടി. ഇനി ലെങ്ത് ക്വസ്റ്റ്യൻ ഉണ്ട് 1.5 മീറ്റർ ആണ്. ലെങ്ത് 1.5 മീറ്റർ ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. പിന്നെ എന്താ വേണ്ടത്, ഏരിയ വേണം അല്ലേ. ഏരിയ ആണെങ്കിൽ ഏരിയ πr² ആണ്. അപ്പൊ അത് റേഡിയസ് വേണം അല്ലേ. ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.25 സെന്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡയമീറ്റർ 0.25 സെന്റിമീറ്റർ ആണ്. അതിന് ആദ്യം എന്തൊക്കെ മാറ്റണം, മീറ്റർക്ക് മാറ്റുമ്പോൾ 0.25 × 10⁻² മീറ്റർ എന്നായി. പക്ഷെ ഇതെന്താ സാധനം, ഇത് ഡയമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് റേഡിയസ് ആണ് അല്ലേ. അപ്പൊ റേഡിയസ് ഈക്വൽ ടു ഡയമീറ്ററിന്റെ പകുതി. അപ്പൊ
25 ഇൻറ്റു 10⁻²/2 ഇത്രയും മീറ്റർ ആണ് ഇവിടെ എന്ത് വരിക, റേഡിയസ് വരിക. ഇത് എത്ര എന്നുള്ളത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. ഇപ്പൊ റേഡിയസും കിട്ടി. പിന്നെ യങ്സ് മോഡുലസ് വേണം. യങ്സ് മോഡുലസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ഈക്വൽ ടു എത്ര ഇടാം, 2 × 10⁻11 Nm/m². അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്കാം. ഇപ്പൊ നമുക്ക് എന്തൊക്കെ വേണ്ടത്, ഇലോങ്ങേഷൻ കാണാൻ വേണ്ടിയിട്ട് ഫോഴ്സ് കാണണം, ഫോഴ്സ് വേണം, ലെങ്ത് വേണം, ഏരിയ വേണം, യങ്സ് മോഡുലസ് വേണം. ഇവിടെ നമുക്ക് റേഡിയസ് കിട്ടി. അപ്പൊ ഇനി ഏരിയ കാണണം കേട്ടോ. ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ πr² ചെയ്യണം കേട്ടോ. ഏരിയ കാണണമെങ്കിൽ πr² ചെയ്യണം. അപ്പൊ നോക്കാം. ആദ്യം നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചു. എങ്ങനെ ഫോഴ്സ്, ഇതാണ് മേലത്തെ വയറാണ് സ്റ്റീല്. സ്റ്റീലിന് 4 കിലോഗ്രാമിനെ കൊണ്ടും 6 കിലോഗ്രാമിനെ കൊണ്ടും വെയിറ്റ് കിട്ടും. അതുകൊണ്ട് m1 + m2 × g. അപ്പോൾ ഫോഴ്സ് കിട്ടി. ഓക്കെ. ഇനി ലെങ്ത്, അടുത്ത ലെങ്ത് ആണ് വേണ്ടത്. ലെങ്ത് ക്വസ്റ്റ്യനിൽ ഉണ്ട് 1.5 ആണ്. ഇനി ഏരിയ വേണം. ഏരിയ കാണണമെങ്കിൽ πr² ആണ്. അപ്പൊ റേഡിയസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ റേഡിയസ് നേരെ ഇവിടെ കൊടുത്താൽ ഏരിയ കിട്ടും. ഓക്കെ. അപ്പൊ റേഡിയസ് കിട്ടണമെന്നുണ്ടെങ്കിലേ ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്ററിന്റെ പകുതി എടുക്കണം. ഡയമീറ്റർ 0.25 സെന്റിമീറ്റർ ആണ്. അതിന് മീറ്റർക്ക് മാറ്റുമ്പോൾ 0.25 × 10⁻². അതിന്റെ പകുതി എടുക്കുമ്പോൾ റേഡിയസ് കിട്ടും. അത് πr² കൊടുത്താൽ ഏരിയ കിട്ടും. ഇനി വേണ്ടത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ എല്ലാ വാല്യൂസും അതിലെ അതെടുത്ത് നേരെ ഇവിടെ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാൽക്കുലേറ്ററിൽ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആൻസർ കിട്ടും. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണല്ലോ. ഇതേപോലെ തന്നെ ആരത് കാണണം, ബ്രാസിന്റെ കാണണം. നമ്മളോട് സ്റ്റീലിന്റെയും പറഞ്ഞിട്ടുണ്ട്, ബ്രാസിന്റെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ആരത് കാണാൻ പോവാണ്, ബ്രാസിന്റെ കാണാൻ പോവാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇതേപോലെ നമ്മൾ എന്ത് കാണാൻ പോവാണ്, ബ്രാസിന്റെ കാണാൻ പോവാണ്. ബ്രാസിന്റെ നമുക്കറിയാം ഇലോങ്ങേഷൻ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ FL/AY ആണ്. FL/AY. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ എഫ് കാണണം അല്ലേ? ഓക്കെ. അപ്പൊ ഫിഗർക്ക് നോക്കാം. ഫിഗർക്ക് നോക്കുമ്പോൾ മനസ്സിലാവണത് ഇവിടെയാണ് ബ്രാസ് കിടക്കുന്നത്. ഇവിടെയാണ് ബ്രാസ് കിടക്കുന്നത്. എടാ, ബ്രാസിനെ വലിക്കുന്നത് ഈ ഒരൊറ്റ മാസം മാത്രമാണ്. ബ്രാസിന് ഇലോങ്ങേഷൻ ഉണ്ടാക്കുന്നത് ഈ രണ്ടാമത്തെ മാസം മാത്രമാണ് അല്ലേ? അപ്പോൾ സ്റ്റീലിന്റെ മാലി m1 + m2 എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം സ്റ്റീലിന് m1 m2 പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നാൽ ബ്രാസിനെ m2 മാത്രമാണ് താഴത്തോട്ട് പിറ്റ് വലിക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവണ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m2 × g ആണ്. ഓക്കെ. m2 അവിടെ 6 ആ തോന്നുന്നുണ്ട്. അപ്പൊ 6 × 10 = 60 ന്യൂട്ടൺ എന്നാണ് ഇവിടുത്തെ ഫോഴ്സ് വരിക. ഫോഴ്സ് കിട്ടി. ഇനി ലെങ്ത് വേണം. ഓക്കെ. ലെങ്ത് ക്വസ്റ്റ്യനിലുണ്ട് 1 മീറ്റർ കേട്ടോ. ലെങ്ത് ക്വസ്റ്റ്യനിലുണ്ട് 1 മീറ്റർ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ. ഇനി ഏരിയ വേണം. ഏരിയക്ക് πr² ആണ്. ഏരിയക്ക് πr² ആണ്. റേഡിയസ് നമ്മൾ നേരത്തെ സ്റ്റീലിന്റെ കണ്ടെത്തിയിട്ടുണ്ട്. സെയിം റേഡിയസ് ആണ് വരിക. കാര്യം 2 layers ഓഫ് ഡയമീറ്റർ 0.25 എന്ന് പറഞ്ഞാൽ രണ്ടാക്കും ഡയമീറ്റർ സെയിം ആണ്. അപ്പൊ രണ്ടാക്കും റേഡിയസും സെയിം ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ കണ്ട അതേ റേഡിയസ് ഇവിടെ യൂസ് ചെയ്യാം. നേരത്തെ കണ്ട അതേ ഏരിയ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി വേണ്ടത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.91 × 10⁻11. എത്രയാണ്? 0.91 × 10⁻11. 10⁻11 Nm/m². അപ്പൊ നോക്കടാ, ഇവിടെ നമുക്ക് എഫ് കിട്ടി, എൽ കിട്ടി, ഏരിയ കിട്ടി, യങ്സ് മോഡുലസ് കിട്ടി. അതൊക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അവിടെ നമ്മളോടൊരു പ്രോബ്ലം ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ? ഓക്കെ. ഇവിടെ ഇലോങ്ങേഷന്റെ ഇക്വേഷൻ എടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട, ഇലോങ്ങേഷന്റെ ഇക്വേഷൻ എടുത്തിട്ട് ഫോഴ്സ് കാണുമ്പോഴേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ലെങ്ത് ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്. ഏരിയ നിങ്ങൾക്ക് ഡയമീറ്റർ തന്നുകൊണ്ട് πr² വെച്ച റേഡിയസ് കണ്ടാണ് കാണാൻ പറ്റും. യങ്സ് മോഡുലസും ക്വസ്റ്റ്യനിലുണ്ട്. ഫോഴ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റീലിന് m1-നെയും m2-നെയും കൊണ്ട് ഫോഴ്സ് ഉണ്ടാകും, ബ്രാസിന് m2-നെ കൊണ്ട് മാത്രമേ ഫോഴ്സ് ഉണ്ടാകുള്ളൂ എന്നുള്ളത് മാത്രം അവിടെ ഒന്ന് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ സെപ്പറേറ്റഡ് ബൈ 1 ആംഗ്സ്ട്രോങ്. ഓക്കെ. അവിടെ 2 മാസുകൾക്കിടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ എങ്ങനെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F = Gm1m2 /r². ഓക്കെ. ഇപ്പൊ ഇവിടെ m1 എന്ന് പറഞ്ഞാൽ ഒരു മാസ് ഇവിടെ പ്രോട്ടോൺ ആണ് അല്ലേ? പ്രോട്ടോൺ എത്രയുടെ? പ്രോട്ടോണിന്റെ മാസ് 1.6 × 10⁻27 ആണ്. ഇത് നമുക്ക് അറിയണം കേട്ടോ. ഇത്രയും കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. അപ്പൊ m1 കിട്ടി. ഓക്കെ. രണ്ടാമത്തെ മാസ് ഇവിടെ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് എങ്ങനെയാടാ? 9.1 × 10⁻31 കിലോഗ്രാം. ഓക്കെ.
കാൽക്കുലേറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ ഒന്ന് പ്രോട്ടോണിന്റെ മാസ്, ഒന്ന് ഇലക്ട്രോണിന്റെ മാസ്. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്, നമുക്കറിയണം. ഓൽക്കടക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 ആങ്സ്ട്രോങ്. 1 ആങ്സ്ട്രോങ്. എടാ ആങ്സ്ട്രോങ്ങിനെ മാറ്റാൻ 1 × 10⁻⁻10 മീറ്റർ ആക്കണം. SI യൂണിറ്റിക്ക് വരുമ്പോഴേ ആങ്സ്ട്രോങ്ങിനെ മാറ്റാൻ 1 × 10⁻⁻10. ഓക്കെ, അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F = ജീൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. M1 M2 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. R ഇവിടെ 1 ആങ്സ്ട്രോങ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ കിട്ടും അല്ലേ? ഓക്കെടാ, ജീൻ്റെ വാല്യൂ എന്താ? 6.67 × 10⁻11. ഓക്കെ, മാസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് = ജീൻ്റെ വാല്യൂ 6.67 × 10⁻11 ഇൻറ്റു. ഓക്കെ, പിന്നെ M1 മാസ് ഓഫ് പ്രോട്ടോൺ 1.6 × 10⁻27. M2 മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 ഡിവൈഡ് ബൈ R². R എത്രയാണ്? 1 × 10⁻10 അതിനെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് അവിടെ ആൻസർ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണ്? സംശയം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് 21th ക്വസ്റ്റ്യൻ നോക്കടാ. ദ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ് ടു നെപ്റ്റ്യൂൺ ഫ്രം ദ സൺ ഈസ് 30 times ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എർത്ത്. അതായത് എർത്തിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസിനേക്കാൾ 30 times കൂടുതലാണ് നെപ്റ്റ്യൂണിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് നെപ്റ്റ്യൂണിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ് അപ്പം നമ്മൾ എന്താ കൊടുക്കുക? ഓക്കെ, RN, നെപ്റ്റ്യൂൺ ആയതുകൊണ്ട് RN എന്ന് കൊടുക്കുക കേട്ടോ. നെപ്റ്റ്യൂണിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 times കൂടുതലാണ് എർത്തിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസിനേക്കാൾ. ക്ലിയർ ആണോ? അപ്പം എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, നെപ്റ്റ്യൂണിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് RN, അത് എർത്തിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് RE, അതിനേക്കാൾ 30 times കൂടുതലാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ? ദ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ് നെപ്റ്റ്യൂൺ ഫ്രം ദ സൺ ഈസ് 30 times ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എർത്ത്. എർത്തിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് RE എന്ന് എഴുതുക. അതിൻ്റെ 30 times കൂടുതലാണ് നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ടൈം പീരിയഡ് ഓഫ് നെപ്റ്റ്യൂൺ. ഓക്കെ, ഇവിടെ കെപ്ലേഴ്സിന്റെ തേർഡിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A³ അല്ലെങ്കിൽ R³ എന്ന് കൊടുക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ടൈം പീരിയഡിന്റെ സ്ക്വയർ T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ A³ നേക്കാരം പഠിച്ചിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ അവിടെ സെമി മേജർ ആക്സിസ് ആണ്, അതിനകരം നിങ്ങൾക്ക് ഇവിടെ R കൊടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ TN നെപ്റ്റ്യൂണിന്റെ ടൈം പീരിയഡിന്റെ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെപ്റ്റ്യൂണിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെന്നിരിക്കും. അതുപോലെ തന്നെ എർത്തിന്റെ ടൈം പീരിയഡിന്റെ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എർത്തിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ആ 2 ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം എന്ത് വരും? TN സ്ക്വയർ ഡിവൈഡഡ് ബൈ TE സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പം RN സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ അല്ല കേട്ടോ, ക്യൂബ്. സോറി ഇവിടെയൊക്കെ ക്യൂബാണ്, R³ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ RN ക്യൂബ് ഡിവൈഡഡ് ബൈ RE³ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, നമുക്ക് കാണേണ്ടത് TN സ്ക്വയർ ആണ്. നമുക്ക് കാണേണ്ടത് TN ആണ് കാണേണ്ടത്. അപ്പോൾ TN സ്ക്വയർ ഡിവൈഡ് ബൈ TE സ്ക്വയർ. എടാ TE എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് ഓഫ് എർത്ത് ആണ്. അത് 24 മണിക്കൂറാണ് നമുക്കറിയാം. ടൈം പീരിയഡ് ഓഫ് എർത്ത് 24 മണിക്കൂറാണ്. അപ്പോൾ അവിടെ 24 എന്ന് കൊടുക്കുക. അപ്പോൾ 24 സ്ക്വയർ ഈക്വൽ ടു RN³. RN നമുക്ക് എന്ത് കൊടുക്കാം? RN 30 RE എന്ന് കൊടുത്തൂടെ? RN എന്ത് കൊടുക്കാം? 30 RE. അപ്പോൾ ഇവിടെ എന്ത് വരും? 30 RE ഹോൾ ക്യൂബ്. 30 RE ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ RE³ എന്ന് വരും. ഡിവൈഡഡ് ബൈ RE³. അപ്പോൾ നോക്കാം, ഇവിടുത്തെ RE³ ഇവിടുത്തെ RE³ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ R³ ക്യാൻസൽ ചെയ്തു. ഇതിവിടെ ബാക്കി എന്തുണ്ടാവടാ? ഓക്കെ, TN സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ 30 ക്യൂബ് ഉണ്ടാവും അല്ലേ? 30 ക്യൂബ് ഉണ്ടാവും. 30 ക്യൂബ് ഉണ്ടാകും. പിന്നെ ഇവിടെ 24 സ്ക്വയർ അല്ലേ? ബൈ 24 സ്ക്വയർ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 24 സ്ക്വയർ ഇൻറ്റു 24 സ്ക്വയർ ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഇത് കാണുമ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നമുക്ക് T² കിട്ടും. അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ T കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 30³ ഇൻറ്റു
24 സ്ക്വയർ ചെയ്താൽ മതി, അവിടെ ടൈം പീരീഡ് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഈ രീതിയിലാണ് കപ്ലേഴ്സിൻ്റെ തേർഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ടൈം പീരീഡ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? സംശയം ഉണ്ടാവില്ല. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ സെഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അവസാനത്തെ സെഷനിൽ ഉണ്ടാവുക. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോർക്ക് ഓഫ് ഫോഴ്സ്? ഇവിടെയുള്ള ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. എടാ നമുക്കറിയാം ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എഫ് ആണ്. കറക്റ്റ് അല്ലേ? ആറും എഫും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക, അവിടുന്ന് ടോർക്ക് കാണാൻ പറ്റുക അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം? ടോ ഈക്വൽ ടു, ഓക്കെ, നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ്. ഓക്കെ. ഇനി ആദ്യം ആറാണ് വേണ്ടത്. ആറിൻ്റെ എക്സ് കമ്പോണൻറ്റ് 3, വൈ കമ്പോണൻറ്റും 3, സെഡ് കമ്പോണൻറ്റും 3. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കുക. പിന്നെ എന്ത് വേണം? ഫോഴ്സിൻ്റെ കമ്പോണൻസ് വേണം. ഫോഴ്സിൻ്റെ എക്സ് കമ്പോണൻറ്റ് 7, പിന്നെ വൈ കമ്പോണൻറ്റ് 3, സെഡ് കമ്പോണൻറ്റ് -5. ഓക്കെ. ഇനി ഇതെന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. നമുക്ക് എല്ലാവർക്കും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് അവിടെ ആൻസർ കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്തുകൊണ്ട് സമയം കളയണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആർ ക്രോസ് എഫ്, ആറും എഫും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ആറ് ഇവിടെ ഉണ്ട്, എഫ് ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ. വേണമെങ്കിൽ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഐ ക്യാപ്പ് പുറത്തെടുത്താൽ പിന്നെ അവിടെ എന്താവുക? 3 × -5, അവിടെ -15 വരും അല്ലേ? -15. ഓക്കെ. -3 × 3 9 വരും. 3 × 3 9. ഓക്കെ. മൈനസ്. ഇനി ജെ ക്യാപ്പ് എടുക്കുക. ജെ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ 3 × -5 വരും. 3 × -5 -15 തന്നെ വരും. പിന്നെ 7 × 3 21. അപ്പോൾ -21 വരും. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇവിടെ 3 × 3 9 വരും. 3 × 3 9 -3 × 7 21 വരും. 21. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് -15 ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കുക. ഇവിടെ -15 -9, അപ്പോൾ -24 വരും. അപ്പോൾ -24 ഐ ക്യാപ്പ് മൈനസ് ഇവിടെ -15 -21 ചെയ്ത് കഴിഞ്ഞാൽ -36, ആ മൈനസ് പ്ലസ് ആയിട്ട് 36 ജെ ക്യാപ്പ് വരും. പ്ലസ് ഇവിടെ 9 -21 -12 കെ ക്യാപ്പ് വരും. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ടോർക്ക് കേട്ടോ. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണും കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ആണ് √24² + 36² -12. മാഗ്നിറ്റ്യൂഡ് കാണുന്നില്ല, ഇങ്ങനെ എഴുതി നിർത്തിയാലും മതി. ഓക്കെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആറും എഫും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. എടുത്താൽ അവിടുന്ന് ടോർക്ക് കിട്ടും. ക്ലിയർ ആണ്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് യു മീൻ ബൈ ഇലാസ്റ്റോമേഴ്സ്? എന്താണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഹുക്സ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഹുക്സ് ലോ ഒബേ ചെയ്യാത്ത, ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോഴേക്കും വലിയ സ്ട്രെയിന് കിട്ടുന്ന റബ്ബർ പോലുള്ള ആളുകളാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ് ഇലാസ്റ്റോമേഴ്സ് എക്സാമിന് നോക്കുമ്പോൾ നമുക്കറിയാം, ദ മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് ഒബേ ഹുക്സ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് ഇലാസ്റ്റോമേഴ്സ്. അതിൻ്റെ പ്രത്യേകത ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസസ് ഫോർ സ്മോൾ സ്ട്രെസ്. ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോഴേക്കും വലിയ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഇലാസ്റ്റോമർ. റബ്ബറൊക്കെ നമ്മൾ കുറച്ച് വലിച്ചാൽ മതി, അപ്പോൾ തന്നെ നല്ലോണം നീളം വെക്കൂലേ? സ്റ്റീലിൻ്റെ പോലെയാണോ? അല്ല. സ്റ്റീൽ നല്ലോണം വലിച്ചാൽ നല്ലോണം നീളം വെക്കുള്ളൂ. റബ്ബറോ കുറച്ച് വലിച്ചാൽ തന്നെ നല്ലോണം നീളം വെക്കും. അതൊക്കെ ഒരു ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ്. ഡ്രോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് ടിഷ്യൂ ഓഫ് അയോട്ട. നിങ്ങൾ മനസ്സിലാക്കുക, ടിഷ്യൂ ഓഫ് അയോട്ട ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇലാസ്റ്റോമർ. അതൊരു ഇലാസ്റ്റോമറിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മോട് ഇതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരക്കാൻ പറഞ്ഞാൽ ഇലാസ്റ്റോമേഴ്സിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചാൽ മതി. കാര്യം എന്താ? ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ ടിഷ്യൂ ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ. ടിഷ്യൂ ഓഫ് അയോട്ടൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരക്കുക എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റോമേഴ്സിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരക്കുക. എങ്ങനെയാണ് ഇലാസ്റ്റോമേഴ്സിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ സ്ട്രെസ് എടുക്കും. ഇവിടെ
സ്ട്രെസ് എടുക്കും, ഇവിടെ സ്ട്രെയിൻ എടുക്കും, ഇവിടെ സ്ട്രെയിൻ എടുക്കും. ഓക്കെ, ഇത് വെച്ച് ഗ്രാഫ് വരച്ചാൽ ഇതാ ഈ ഷേപ്പിലാണ് ഇലാസ്റ്റോമേഴ്സിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടാവുക കേട്ടോ. ഈ ഷേപ്പിലാണ് ഇലാസ്റ്റോമേഴ്സിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണ്. ഈ ബി ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റീൽ റോഡ് ഹാസ് റേഡിയസ്. ഓക്കെ, ഒരു സ്റ്റീൽ റോഡ് ഉണ്ട്, അതിന്റെ റേഡിയസ് 10 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ. അപ്പൊ മില്ലിമീറ്ററിനെ മാറ്റാൻ ഇൻറ്റു 10⁻³ അപ്പൊ 10 × 10⁻³ മീറ്റർ എന്ന് വരും. ഓക്കെ, ആൻഡ് ലെങ്ത്, അതിന്റെ ലെങ്ത് എന്നിട്ടുണ്ട് 1 മീറ്റർ ആണ്. ലെങ്ത് 1 മീറ്റർ ആണ്. ഫുൾ സ്റ്റോപ്പ്. 100 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. ഇവിടുത്തെ ഫോഴ്സ് എന്നിട്ടുണ്ട് 100 കിലോ ന്യൂട്ടൺ ആണ്. കിലോ ന്യൂട്ടണെ മാറ്റണം അല്ലേ? അപ്പൊ 100 ഇൻറ്റു കിലോ മാറ്റാൻ 10⁻³ അപ്പൊ 100 × 10⁻³ ന്യൂട്ടൺ വരും. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇതിൽ എ ക്വസ്റ്റ്യൻ പറയുന്നത് സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എങ്ങനെയാ സ്ട്രെസ് കാണാ? സ്ട്രെസ് കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, സ്ട്രെസ് കാണുന്നുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ് കാണണമെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇവിടെ ഫോഴ്സ് എന്താ? ഫോഴ്സ് 100 × 10³ അല്ലേ? ഫോഴ്സ് 100 × 10³. ഓക്കെ, 100 × 10³ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയക്ക് πr² എന്ന് കൊടുക്കാം. ഏരിയക്ക് πr² എന്ന് കൊടുക്കാം. ഇവിടെ റേഡിയസ് ക്വസ്റ്റ്യനിലുണ്ട് 10 × 10⁻³ ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് 100 × 10³ ആണ് ഡിവൈഡഡ് ബൈ പൈൻ്റെ വാല്യൂ 3.14 നിങ്ങൾ കൊടുക്കണം. റേഡിയസ് എത്രയാണ്? 10 × 10⁻³ റേഡിയസ് 10 × 10⁻³ ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? സ്ട്രെസ് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂലേ? ഡൗട്ട് ഉണ്ടാവില്ലല്ലോ? അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, യെസ്. അടുത്തത് ഇവിടെയുള്ള ഇലോങ്ങേഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അല്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തതാണ്. ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അല്ലേ? എന്താ ഇലോങ്ങേഷൻ? ΔL = FL/AY. ΔL = FL/AY. ഓക്കെ, നമുക്ക് ആദ്യം എഫ് വേണം അല്ലേ? എഫ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. 100 × 10³ ആണ് അവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലെങ്ത് വേണം. ലെങ്ത് ക്വസ്റ്റ്യനിലുണ്ട് 1 മീറ്റർ ആണ് ലെങ്ത്. അപ്പൊ ലെങ്ത്തിന് 1 മീറ്റർ എന്ന് കൊടുക്കുക. ഇനി ഏരിയ വേണം അല്ലെ? ഏരിയക്ക് എന്ത് കൊടുക്കണം? πr² എന്ന് കൊടുക്കുക. ഏരിയക്ക് πr² കൊടുക്കുക. റേഡിയസ് ക്വസ്റ്റ്യനിലുണ്ടല്ലോ, അപ്പൊ πr² കൊടുത്താൽ ഏരിയ കിട്ടും അല്ലെ? അപ്പൊ ഏരിയക്ക് πr². ആർ എത്രയാണ്? 6 ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? 6 10 × 10³ അല്ലെ? അപ്പൊ 6 10 × 10³ 10 × 10³ πr². ഓക്കെ, യങ്സ് മോഡുലസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ജനറലി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ യങ്സ് മോഡുലസ് തരാറുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ യങ്സ് മോഡുലസ് തന്നിട്ടില്ല. സ്റ്റീലാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് 2 × 10⁻11 Nm/m² ആണ് കേട്ടോ. ഇത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ജനറലി തരലുണ്ട്. ഇല്ലെങ്കിലും സ്റ്റീലിന്റെ ഒന്ന് പഠിച്ചു വെച്ചോണ്ടി. 2 × 10⁻11 ആണ് യങ്സ് മോഡുലസ്. ഇപ്പൊ യങ്സ് മോഡുലസിന്റെ വാല്യൂ കൊടുക്കുക 2 × 10⁻11. ഓക്കെ, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇലോങ്ങേഷൻ കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ എന്താ? സുഖല്ലേ? സ്ട്രെയിൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇപ്പം ഇവിടുന്ന് നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് ΔL കണ്ടിട്ടുണ്ടാകും. അതിന് ഒറിജിനൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒറിജിനൽ ലെങ്ത് 1 മീറ്റർ ആണ്. അപ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ΔL എന്താണോ അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. ΔL എന്താണോ അത് തന്നെയാണ് ആൻസർ കിട്ടുക. കാര്യം L1 ആണ്. അപ്പോൾ ΔL തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഇവിടെ എന്താണ് കിട്ടിയത് അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അത് വെച്ചിട്ടാണ് ആൻസർ വരുന്നുണ്ടാവുക. ക്ലിയർ ആണ്? ഓക്കെ, അടുത്തത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h അല്ലേ? ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അവിടെ ഒരു എർത്ത് ഉണ്ട്. എർത്തിന്റെ സർഫസിലാണ് ആദ്യം ഒരു ബോഡി നിൽക്കണമെന്ന് കരുതുക. എർത്തിന്റെ സർഫസിൽ. ഓക്കെ, എർത്തിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി at surface. Acceleration due to gravity at surface. G is equal to നമുക്കറിയാം
ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 വിളിച്ചു. സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇനി ഈ ബോർഡിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയി എച്ച് ഹൈറ്റിലെത്തി എഴുതുക. എച്ച് ഹൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ച് ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി at height. Okay, GH is equal to GM divided by, okay, സർഫസിൽ നിന്നപ്പോഴാണ് ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് എച്ച് ഹൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം, ആർ പ്ലസ് എച്ച് നാക്കണം. ആർ സ്ക്വയറിന് പകരം ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ നാക്കണം. ക്ലിയർ ആണല്ലോ അല്ലേ. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നോക്കടാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇല്ലേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ആ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എഴുതാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ബി ബൈ എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ്, എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ബി ബൈ എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ 1 പ്ലസ് ബി ബൈ എ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തിട്ട് ആ എ സ്ക്വയർ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലോട്ട് തന്നെ വരും. എന്ന് വെച്ചാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ബി ബൈ എ എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാൻ പറ്റും, ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനെ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ നോക്കടാ. എന്റെ സ്ഥാനത്താണ് ഇവിടെ ആറ് കിടക്കുന്നത്, ബിന്റെ സ്ഥാനത്താണ് എച്ച് കിടക്കുന്നത്. അപ്പൊ എ സ്ക്വയർ ഇൻറ്റു എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു ബി ബൈ എ എന്ന് പറയുമ്പോൾ എച്ച് ബൈ ആർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനെ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ഈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നോക്കാം, ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ജി എം ബൈ ആർ സ്ക്വയർ അതല്ലേ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. അപ്പൊ ഈ ജി എം ബൈ ആർ സ്ക്വയറിന് ജി കൊടുക്ക്. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു താഴെ കിടക്കണ 1 പ്ലസ് എച്ച് ബൈ ആർ മേലേക്ക് എഴുതാണെങ്കിൽ 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റീസ് ടു -2 എന്ന് വരും. കറക്റ്റ് അല്ലേ? താഴെ പവർ 2 ഉണ്ടായിരുന്ന സാധനം നേരെ മേലേക്ക് എഴുതുമ്പോൾ അതെന്താകും, 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റീസ് ടു -2 എന്നാകും. ഓക്കെ, ഇനി ബൈനോമിയൽ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് ഓൾ റീസ് ടു -n നിങ്ങൾക്ക് എഴുതാൻ പറ്റും 1 മൈനസ് എൻ എക്സ് എഴുതാൻ പറ്റും അല്ലേ. 1 പ്ലസ് എക്സ് ഓൾ റീസ് ടു -n 1 മൈനസ് എൻ എക്സ് എഴുതാൻ പറ്റും. ഇതൊക്കെ മാത്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റീസ് ടു -2 എങ്ങനെ എഴുതാൻ പറ്റും, 1 മൈനസ് എന്നിനകരം ഇവിടെ 2 ആണുള്ളത്. അപ്പൊ 1 മൈനസ് 2 എച്ച് ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? 1 പ്ലസ് എക്സിന് പകരം എച്ച് ബൈ ആറ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എച്ച് ബൈ ആറ്, എന്നിന്റെ സ്ഥാനത്ത് 2, എന്നിനകത്ത് 2. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് വരടാ, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഇതിന് പകരം 1 മൈനസ് 2 എച്ച് ബൈ ആർ 1 മൈനസ് 2 എച്ച് ബൈ ആർ അല്ലേ. ഇതാണ് ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡെറിവേഷൻ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, എച്ച് വെരി വെരി ലെസ് ദാൻ എന്തായിരിക്കണം, ആറായിരിക്കണം. അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഇതിനെ ഈ രൂപത്തിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്തും കൂടെ കൊടുക്കണം, എച്ച് വെരി വെരി ലെസ് ദാൻ ആറാന്നും കൂടെ കൊടുക്കണം. ബിക്കോസ് ഇവിടെ ശരിക്കും ഹയർ ടേംസ് ഒക്കെ ഉണ്ട്. ആ ഹയർ ടേംസ് ഒക്കെ നമ്മൾ നെഗ്ലിജിബിൾ ചെയ്താണ്. നെഗ്ലിജിബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എച്ച് വെരി വെരി ലെസ് ദാൻ ആറാന്നുള്ളൊരു കണ്ടീഷൻ കൂടെ കൊടുക്കണം. അപ്പോഴാണ് എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റുക അല്ലേ. അപ്പൊ ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇൻറ്റു 1 മൈനസ് 2 എച്ച് ബൈ ആർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് state Newton's universal law of gravitation and explain its vector form അല്ലേ. സിമ്പിൾ ആണ്. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് every body in the universe attract every other body with a force which is directly proportional to product of their masses and inversely proportional to square of distance between them. ഇതല്ലടാ യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ പറയണത്. എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി. ഇപ്പൊ 2 ബോഡി ഉണ്ടെന്ന് ഇരിക്കോ, ഒന്നിന്റെ മാസ് m1 ആണ്, മറ്റേതിന്റെ മാസ് m2 ആണ്. ആ 2 മാസുകൾക്കിടക്കുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, F ഈക്വൽ ടു, യെസ്, ഇവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്,
F equal to gm1 m2 divided by r square. ഇതാണ് universal law of gravitation. Every body in the universe attract every other body with a force which is directly proportional to product of their masses and inversely proportional to square of distance between them. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി ഇതിന്റെ വെക്റ്റർ ഫോം ആണ് നമുക്ക് വേണ്ടത്. വെക്റ്റർ ഫോം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിന്റെ വെക്റ്റർ ഫോം എന്ന് എഴുതി വെക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ അവിടെ രണ്ട് ഫോഴ്സുകൾ എഴുതുന്നുണ്ട് കേട്ടോ. രണ്ട് ഫോഴ്സുകൾ. ഒന്ന് F12. F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഒന്നാമത്തെ മാസ് M1 ഡ്യൂ ടു M2. അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ M1 ഡ്യൂ ടു M2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F21 എന്ന് പറഞ്ഞാലോ, F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ M2 ഡ്യൂ ടു M1. ഓക്കെ, അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ M1ന് കിട്ടുന്ന ഫോഴ്സ് ആര് കാരണം? M2 കാരണം. F21 എന്ന് പറഞ്ഞാൽ M2ന് കിട്ടുന്ന ഫോഴ്സ് ആര് കാരണം? M1 കാരണം അല്ലേ. ഇനി വെക്റ്റർ ഫോമിൽ എഴുതാൻ പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്. M1ന് കിട്ടുന്ന ഫോഴ്സ് ആണ് F12. അപ്പോൾ F12ന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനാണ് ഒന്നാമത്തെ മാസം എഴുതിക്കോ M1. എനിക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നെ വേറൊരാൾ പിടിച്ച് അട്രാക്ട് ചെയ്യല്ലേ, വേറൊരാൾ അങ്ങോട്ട് വലിക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഫോഴ്സ് ആണ് F12. ഒന്നാമത്തെ മാസമാണ് ഞാൻ, ഒന്നാമത്തെ മാസത്തിന് കിട്ടുന്ന ഫോഴ്സ് ആണ് F12. ആ ഫോഴ്സ് മറ്റേ ആൾ അങ്ങോട്ട് വലിക്കല്ലേ. അപ്പൊ എനിക്ക് കിട്ടുന്ന ഫോഴ്സ് ഇൻ്റെ അടുത്ത് മറ്റേ ബോഡിന്റെ അടുത്തേക്ക് അല്ലേ. അപ്പൊ M1ന് കിട്ടുന്ന ഫോഴ്സ് ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ M2ന് കിട്ടുന്ന ഫോഴ്സ് ഇങ്ങോട്ട് F21. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇപ്പൊ ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് F12 ഈസ് നേരെ ഓപ്പോസിറ്റ് ഓഫ് F21. കറക്റ്റ് അല്ലേ? അപ്പോൾ എഴുതാൻ പറ്റും F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21 എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ അതിൻ്റെ F12 F21 എന്താണെന്നുള്ളത് എഴുതി വെക്കാം. നിങ്ങൾ F12 കണ്ടാലും F21 കണ്ടാലും F12ൻ്റെ F21ൻ്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ കാരണം എന്താണ്? gm1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആയിരിക്കും അല്ലേ. ദിസ് ഈസ് ദി വെക്റ്റർ ഫോം ഓഫ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. F12 F21 നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഒരാൾ അങ്ങോട്ട് വലിക്കും, ഒരാൾ ഇങ്ങോട്ട് വലിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്തത് ദ ലാസ്റ്റ് സെക്ഷൻ. നമുക്ക് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആങ്കുലാർ മൊമെന്റം ആൻഡ് ഡിറൈവ് ദി എക്സ്പ്രഷൻ L ഈക്വൽ ടു I ഒമേഗ. എന്താണ് ആങ്കുലാർ മൊമെന്റം എന്നിട്ട് ആ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്കറിയാം ദ റൊട്ടേഷണൽ അനലോഗോസ് ലീനിയർ മൊമെന്റം അല്ലേ. ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ അനലോഗസിനെ വിളിക്കുന്ന പേരാണ് ആങ്കുലാർ മൊമെന്റം അല്ലേ. അതായത് റൊട്ടേഷൻ ആകുമ്പോൾ ലീനിയർ മൊമെന്റ് മാറിയിട്ട് എന്താകും? ആങ്കുലാർ മൊമെന്റം. അതാണ് L. നമുക്ക് L ഈക്വൽ ടു I ഒമേഗ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ L ഈക്വൽ ടു I ഒമേഗ എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. L ഈക്വൽ ടു I ഒമേഗ എന്നുള്ളത് എന്ത് ചെയ്യാൻ പോവാണ്? പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചണ, L ഈക്വൽ ടു R ക്രോസ് B നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. L ഈക്വൽ ടു R ക്രോസ് B നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. L ഈക്വൽ ടു R ക്രോസ് B അല്ലേ, അല്ലെങ്കിൽ RP സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ടാവും. L ഈക്വൽ ടു R ക്രോസ് B അല്ലെങ്കിൽ RP സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി ഇവിടെ തീറ്റക്ക് നിങ്ങൾ 90 ഡിഗ്രി കൊടുക്കാന്ന് എഴുതിക്കോ. തീറ്റക്ക് 90 ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ L ഈക്വൽ ടു സൈൻ 90 1 ആയതുകൊണ്ട് RP എന്ന് വരും അല്ലേ. മൊമെന്റം എന്ന് പറഞ്ഞാൽ P ഈക്വൽ ടു നമുക്ക് MV എന്ന് കൊടുത്തൂടെ. P ഈക്വൽ ടു MV കൊടുക്കുക അല്ലേ. അപ്പൊ L ഈക്വൽ ടു R ഇൻറ്റു MV എന്ന് വരും. അല്ലേ. നമ്മൾ മോഷനിനെ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. V ഈക്വൽ ടു R ഒമേഗ അല്ലേ. അപ്പൊ L ഈക്വൽ ടു R ഇൻറ്റു M ഇൻറ്റു വിക്ക് പകരം എന്ത് കൊടുക്കുക? R ഒമേഗ എന്ന് കൊടുക്കുക. വിക്ക് പകരം എന്ത് കൊടുക്കുക? R ഒമേഗ എന്ന് കൊടുക്കുക. ക്ലിയർ ആണോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഇല്ല. ഇപ്പൊ ഇവിടെ M ഉണ്ട്, R ഉണ്ട്, ഒമേഗ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് L ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു M ഉണ്ട്, എടാ ഈ ആറും കൂടെ R സ്ക്വയർ ആവില്ലേ. അപ്പൊ R സ്ക്വയർ ഒമേഗ എന്ന് വരും. ഓക്കെ, നോക്കടാ, മൊമെന്റ് ഓഫ് ഇനേഷ്യ I ഇസ് ഈക്വൽ ടു MR സ്ക്വയർ അല്ലേ. മൊമെന്റ് ഓഫ് ഇനേഷ്യ I ഇസ് ഈക്വൽ ടു എന്താണ്? MR സ്ക്വയർ. അപ്പൊ ഈ കാണുന്ന MR സ്ക്വയറിന് പകരം I എന്ന് കൊടുക്കുക. അപ്പൊ L ഈക്വൽ ടു I ഒമേഗ. പ്രൂവ് ചെയ്തില്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ വന്നത്
L equal to R cross B. അഥവാ RP sin θ എന്നാണ് അതിന് എഴുതാൻ പറ്റുക. അവിടെ തീറ്റങ്ങൾ തൽക്കാലം 90 ഡിഗ്രി കൊടുക്കുക. അപ്പൊ sin 91 വരും. അപ്പൊ L equal to RP. Pക്ക് MV എന്ന് കൊടുക്കുക. അപ്പൊ Pക്ക് MV. Pക്ക് R omega എന്ന് കൊടുക്കുക. അപ്പൊ R omega. അപ്പൊ ആറും കൂടെ R സ്ക്വയർ ആകും. MR സ്ക്വയർ ഒമേഗ. MR സ്ക്വയർ എന്ന് പറഞ്ഞാൽ I ആണ്. അപ്പൊ L equal to I omega. L equal to I omega. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടാവില്ലല്ലോ? ഇല്ല. അടുത്തത് ഡിറൈവ് ദി എക്സ്പ്രഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ടോർക്കും ആംഗുലാർ മൊമെന്റും കൂടെ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ ഏതാണ്? ആ എക്സ്പ്രഷൻ ടോ ഈക്വൽ ടു DL/dt. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ഡിറൈവ് ചെയ്യണം അല്ലേ? അപ്പൊ ഇത് നമ്മൾ എവിടുന്നാ തുടങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ L equal to R cross B എന്ന് പറഞ്ഞ ഫോർമുലയിൽ നിന്നാണ് തുടങ്ങുന്നത്. L equal to R cross B അല്ലേ? ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. DL/dt കാണാൻ പോവാണ്. DL/dt is equal to D/dt of R cross B അല്ലേ? ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ DL/dt is equal to, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ കൊടുക്കണം. പ്രൊഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ക്രോസ് സെക്കൻഡ് പ്ലസ് R ക്രോസ് dp/dt വരും. R ക്രോസ് dp/dt. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വരിക കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ d/dt ഓഫ് A ക്രോസ് B. d/dt ഓഫ് A ക്രോസ് B ഉണ്ടെങ്കിൽ ഇതെങ്ങനെ എഴുതാൻ പറ്റുക? dA/dt ക്രോസ് B. dA/dt ക്രോസ് B പ്ലസ് പ്ലസ് A ക്രോസ് dB/dt എന്ന് എഴുതാൻ പറ്റും. A ക്രോസ് dB/dt. ഓക്കെ, ഈ ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. d/dt ഓഫ് A ക്രോസ് B, dA/dt ക്രോസ് B പ്ലസ് A ക്രോസ് dB/dt എന്ന് എഴുതാൻ പറ്റും. സെയിം ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നോക്കാം. DL/dt ഈക്വൽ ടു dR/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലേ? ഇപ്പൊ വെലോസിറ്റി ക്രോസ് മൊമെന്റം P എന്ന് പറഞ്ഞാൽ MV അല്ലടാ, മൊമെന്റം MV. ഇപ്പൊ ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, മൊമെന്റത്തിൽ MV എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. പ്ലസ് R ക്രോസ് dP/dt F ഈക്വൽ ടു dP/dt എന്ന് പഠിച്ചിട്ടില്ലേ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം അല്ലേ? ഇപ്പൊ dP/dt എന്ത് കൊടുക്കുക? F എന്ന് കൊടുക്കുക. dP/dt F നോക്കടാ. V ക്രോസ് V, രണ്ട് സാധനങ്ങൾ ക്രോസ് ചെയ്താൽ ആ സാധനം എന്തായി പോകും? 0 ആയി പോകും. എന്ന് വെച്ചാൽ ഒരേപോലത്തെ രണ്ടാളെ ക്രോസ് ചെയ്താൽ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. I ക്രോസ് I 0 അല്ലേ? J ക്രോസ് J 0 അല്ലേ? അതേമാതിരി V ക്രോസ് V വന്നാൽ ഇതെന്താവും? 0. അപ്പൊ ഈ ടേം എന്തായി പോയി? 0 ആയി പോയി. ബാക്കി എന്തുണ്ടാവുക? DL/dt ഉണ്ട് ഇസ് ഈക്വൽ ടു, ഇത് 0 ആയി, ബാക്കി R ക്രോസ് F ആണുള്ളത്. R ക്രോസ് F എന്ന് പറഞ്ഞാൽ ടോർക്ക് അല്ലേ? അപ്പൊ DL/dt ഈക്വൽ ടു ടോർക്ക്. കിട്ടിയില്ലേ? DL/dt ഈക്വൽ ടു ടോർക്ക്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം L ഈക്വൽ ടു R ക്രോസ് P എടുക്കുക, അതിനെ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ഫോർമാറ്റ് വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുക. dR/dt വെലോസിറ്റി ആണ്, P മൊമെന്റത്തിന് MV എന്ന് കൊടുക്കുക. മൊമെന്റത്തിനാണ് MV എന്ന് കൊടുത്തത്. അപ്പോൾ V ക്രോസ് V 0 ആയി പോകും. പിന്നെ R ക്രോസ് F ടോർക്കാണ്. ക്ലിയർ ആണല്ലോ? അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സിമ്പിൾ ആണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ, when the total external force acting on a body is 0, ഒരു ബോഡിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ് ചോദിച്ചല്ലേ? ഞാൻ കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അതൊന്നുമില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലേ? ടോട്ടൽ എനർജി എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അഥവാ ടോട്ടൽ എനർജി എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ, പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ ദ കേസ് ഓഫ് എ ഫ്രീ ഫാളിംഗ് ബോഡി. ഒരു ഫ്രീ ഫാളിംഗ് ബോഡിയുടെ കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ടോ? ഓക്കെ, ഇപ്പോൾ ഒരു ഫ്രീ ഫാളിംഗ് ബോഡി ഉണ്ട് കരുതുക. അപ്പോൾ ആദ്യം അത് ഇവിടെയാണ് നിൽക്കുന്നത്,
രണ്ടാമത് ഇവിടെയാണ് നിൽക്കുന്നത്, മൂന്നാമത് ഇവിടെയാണ് നിൽക്കുന്നത് എഴുതുക. 3 ലൊക്കേഷൻസ്. ഓക്കെ, ഒരു ബോഡി ഇങ്ങനെ ഫ്രീ ഫാളിംഗ് ആണ്, താഴത്തോട്ട് വരികയാണ്. അപ്പം ഇതാണ് എ എന്ന് പറഞ്ഞ ലൊക്കേഷൻ, ഇതാണ് ബി എന്ന് പറഞ്ഞ ലൊക്കേഷൻ, ഇതാണ് സി എന്ന് പറഞ്ഞ ലൊക്കേഷൻ. ഓക്കെ, ഈ മൊത്തം ഹൈറ്റ് എച്ച് ആണെന്ന് എഴുതിക്കോ. മൊത്തം ഹൈറ്റ് എന്താണ്? എച്ച് ആണെന്ന് എഴുതിക്കോ. ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് എഴുതിക്കോ. ഇത്രയും ഡിസ്റ്റൻസ് എന്താണ്? എക്സ്. അതായത് എന്ന് ബിക്ക് ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എക്സ്. ഇപ്പം ഇത് മൊത്തം എച്ച്, ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എ എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റാണ് ഞാൻ ആദ്യം നോക്കാൻ പോണത്. ഓക്കെ, എടാ എ എന്ന് പറഞ്ഞ പോയിന്റിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി 0 ആയിരിക്കും. കാര്യം എന്താ? ഒരു ഫ്രീ ഫാളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അത് 0 വെലോസിറ്റിയിലാണ് നിൽക്കുക അല്ലേ, പിന്നെ നമ്മൾ റിലീസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ സ്പീഡ് 0 ആണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 അല്ലേ. ½ u², u 0 ആയതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി 0. എന്നാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവൂലേ? ഇത് എച്ച് ഹൈറ്റിലല്ലടാ നിൽക്കണത് അല്ലേ. എച്ച് ഹൈറ്റിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി mgh. അങ്ങനെയാണെങ്കിൽ എയിലുള്ള ടോട്ടൽ എനർജി എന്താ? എയിലുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്താ? 0. പൊട്ടൻഷ്യൽ എനർജി എന്താ? mgh അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് എ is equal to mgh. ടോട്ടൽ എനർജി അറ്റ് എ is equal to mgh അല്ലേ. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിൽക്കുമ്പോൾ ആ ബോഡിന്റെ ടോട്ടൽ എനർജി എന്താണ്? mgh ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി ഇതേമാതിരി നമ്മൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കാൻ പോവാണ്. അറ്റ് ബി. ഓക്കെ, അറ്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുക. ഓക്കെ, ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ ബോഡി നിൽക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം ഞാൻ ആ ബോഡിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് നോക്കാൻ പോവാണ്. ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി നോക്കണം. ഈ മൊത്തം ഹൈറ്റ് എച്ച് ആണ്, ഇത്രയും ഹൈറ്റ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഹൈറ്റ് എന്തായിരിക്കും? എച്ച് മൈനസ് എക്സ് ആയിരിക്കും. മൊത്തം എച്ച് നിന്ന് എക്സ് കുറച്ചാൽ ബാക്കിയുള്ളതാണ് എച്ച് മൈനസ് എക്സ് എന്ന് പറയുന്ന ഈ ഹൈറ്റ് അല്ലേ. ഇപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റിക്കുള്ള ഹൈറ്റ് എന്താ? എച്ച് മൈനസ് എക്സ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്താ? mg ഇൻറ്റു എച്ച് മൈനസ് എക്സ്. കറക്റ്റ് അല്ലേ? mg ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? കൈനറ്റിക് എനർജി കാണണം. കൈനറ്റിക് എനർജി കാണാൻ ½ mv² അല്ലേ. അപ്പൊ അവിടുത്തെ വെലോസിറ്റി എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കൊരു ഫോർമുല അറിയാം. v² = u² + 2as. v² = u² + 2as ആണ് അല്ലേ. v² = u² + 2as അല്ലേ. u എന്തായാലും 0 ആണ്, തുടക്കത്തിൽ ഇതിന്റെ വെലോസിറ്റി 0 ആണ് അല്ലേ. അപ്പൊ v² = u 0 കൊടുത്താൽ 2 ഇൻറ്റു ആക്സിലറേഷൻ പകരം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. എടാ എ എന്ന് ബിക്ക് ഇയാൾ ട്രാവൽ ചെയ്യുമ്പോൾ അത് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്താ? എക്സ് അല്ലേ. എ എന്ന് ബിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. അപ്പൊ v² എന്ത് കൊടുക്കുക? 2gx കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി = ½ mv². v²ന് 2gx എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി = mgx എന്ന് വരും. കൈനറ്റിക് എനർജി mgx അല്ലേ. അപ്പൊ നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്, കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് ബി = കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്താ? mgx പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താ? mg ഇൻറ്റു എച്ച് മൈനസ് എക്സ്. ഓക്കെ, = mgx പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ mgh മൈനസ് mgx എന്ന് വരും അല്ലേ. mgxും മൈനസ് mgxും പോയി കഴിഞ്ഞാൽ ടോട്ടൽ എനർജി അറ്റ് ബി = നമുക്ക് എന്ത് കിട്ടി? mgh കിട്ടി അല്ലേ. അതായത് ബിയിലെത്തി നിൽക്കുന്ന സമയത്തും അതിന്റെ ടോട്ടൽ എനർജി എന്താണ്? mgh. എയിലെത്തി നിൽക്കുന്ന സമയത്തും അതിന്റെ ടോട്ടൽ എനർജി എന്താണ്? mgh അല്ലേ. ഇനി നമുക്ക് എന്ത് നോക്കണടാ? സി എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ നോക്കണം അല്ലേ. അറ്റ് സി നോക്കടാ. അറ്റ് സിയിൽ എന്താണ് സംഭവിക്കുക? എടാ സി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ബോഡി. ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്താണ്? 0. ഇനി നമുക്ക് അവിടെ കൈനറ്റിക് എനർജി കാണണം. കൈനറ്റിക് എനർജി ½ mv². നേരത്തെ പറഞ്ഞ മാതിരി v² = u² + 2as. v² ഇവിടെ u എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ 0 ആണ്. ഓക്കെ, 2 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി s.
എ മുതൽ ഇതിപ്പോ സി വരെ എത്തുമ്പോൾ മൊത്തം കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ് അല്ലേ. അപ്പൊ എസിന് എന്ത് കൊടുക്കണം? എച്ച് എന്ന് കൊടുക്കണം അല്ലേ. അപ്പൊ വി സ്ക്വയർ ഈക്വൽ ടു 2gh, വി സ്ക്വയർ ഈക്വൽ ടു 2gh അതോടെ കൊടുക്കുക. അപ്പൊ കൈനറ്റിക് എനർജി is equal to half m v സ്ക്വയർ. വി സ്ക്വയർ എന്താ? 2gh. 2 ക്യാൻസൽ ചെയ്താൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു mgh എന്ന് വരും. കൈനറ്റിക് എനർജി ഈക്വൽ ടു mgh. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് സി is equal to കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് സി is equal to ഓക്കെ കൈനറ്റിക് എനർജി എന്താ? mgh ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അതുകൊണ്ട് ടോട്ടൽ എനർജി ഇവിടെ എന്താണ്? mgh. കാര്യം പൊട്ടൻഷ്യൽ എനർജി 0 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കണം, സിയിലുള്ള ടോട്ടൽ എനർജി mgh ആണ്, എയിലുള്ള ടോട്ടൽ എനർജി mgh ആണ്, ബിയിലുള്ള ടോട്ടൽ എനർജി mgh ആണ്. എ ബി സി ഏത് പോയിന്റിൽ നോക്കിയാലും ടോട്ടൽ എനർജി സെയിം ആണ്. അതാണ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ. എല്ലാ സ്ഥലത്തും ഇതിന്റെ എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഡൗട്ട് ഉണ്ടാവില്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question. Derive the expression for acceleration due to gravity at depth d. Okay. Depth d ലുള്ള acceleration due to gravity നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ. Derive the expression for acceleration due to gravity at depth d. ഓക്കെ, അപ്പൊ ഞാനൊരു പുതിയ പേജ് എടുക്കാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കടാ, ഇവിടെ ഞാനൊരു എർത്ത് എടുത്തിട്ടുണ്ട്. എർത്തിന്റെ സർഫസിലാണ് ആദ്യം ഒരു ബോഡി നിൽക്കുന്നത്, എർത്തിന്റെ സർഫസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ്? ജി അറ്റ് സർഫസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ടേമിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, 4/3 πr(ρg). അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡെൻസിറ്റിയുടെ ടേമിൽ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഫോർമുലയാണ് 4/3 πr(ρg). ഓക്കെ, ഇനി നമ്മുടെ ബോഡി കുറച്ച് ഡെപ്തിലോട്ട് ഇറങ്ങി എഴുതുക. കുറച്ച് ഡെപ്തിൽ ഇപ്പോൾ ബോഡി ഇവിടെ നിൽക്കുന്നത്, ബോഡി ഇതാ d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, ഇത് മൊത്തമാണ് 6 കേട്ടോ, ഇത് മൊത്തമാണ് 6. ഇപ്പോൾ ബോഡി d ഡെപ്തിൽ വന്ന് നിൽക്കുകയാണ്, അല്ലേ. അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിന്ന് ഇപ്പോൾ ബോഡി നിൽക്കുന്നിടത്തേക്കുള്ള ഡിസ്റ്റൻസ് r - d ആയിരിക്കും. കാര്യം എന്താ? ഇത് മൊത്തം 6, ഇത്രയും d, അപ്പോൾ ബാക്കിയുള്ളത് r - d ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് അല്ലേ. ആ ഡെപ്ത് d എന്ന് പറഞ്ഞ ഡെപ്തിൽ എന്തായിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ജി ഡി is equal to 4/3 π. 6 മാറിയാണ്ട് ഇപ്പൊ എന്താവും? r - d. കാര്യം എന്താ? സെന്ററിന് ഇപ്പൊ ബോഡിക്കുള്ള ഡിസ്റ്റൻസ് r - d ആ. സർഫസിൽ നിന്നപ്പോൾ r ഡിസ്റ്റൻസ്, പക്ഷേ ഈ ഡെപ്തിക്ക് എത്തുമ്പോൾ r - d ആണ് ഡിസ്റ്റൻസ്. ഇപ്പൊ ഈ r മാറ്റി r - d ആക്കി, പിന്നെ ρg. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അത് രണ്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ എന്ത് വരണ? ജി ഡി ഡിവൈഡഡ് ബൈ ജി is equal to ഓക്കെ, ജി ഡി എന്താ? 4/3 πr - d ρg divided by g എന്താണ്? 4/3 πr(ρg). ഓക്കെ, അപ്പോൾ ജി റോ r ഇല്ല, പൈ 4/3 ഒക്കെ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ടാവുക? ജി ഡി ബൈ ജി is equal to r - d divided by r അല്ലേ. ഇപ്പം എന്താ കിട്ടിയത്? ജി ഡി ബൈ ജി is equal to r - d divided by r അല്ലേ. ഇതിനെങ്ങനെ എഴുതാം? ജി ഡി ബൈ ജി is equal to r സ്പ്ലിറ്റ് ആക്കി കൊടുത്താൽ r/r 1 വരും അല്ലേ. r/r 1 കറക്റ്റ് അല്ലേ. r/r -d/r വരും, കറക്റ്റ് അല്ലേടാ. r/r -d/r അല്ലേ. അപ്പൊ ജി ഡി ബൈ ജി is equal to r/r എന്താ? 1, അപ്പൊ 1 - d/r അല്ലേ. അപ്പൊ ജി ഡി ആണ് നമുക്ക് വേണ്ടത്, ഇതിനൊരു ബ്രാക്കറ്റ് ഇടുക. അപ്പൊ ജി ഡി ആണ് വേണ്ടത്, ഈ ജി ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ജി ഇൻറ്റു 1 - d/r, ജി ഇൻറ്റു 1 - d/r. ദിസ് ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് d. d ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഫോർമുലയാണ് ജി ഇൻറ്റു 1 - d/r. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? ഓക്കെ, യെസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്.
ഡ്രോ ഗ്രാഫ് റിലേറ്റിംഗ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ അല്ലേ. എടാ സെൻറ്ററിന്ന് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പോണതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരി ചെയ്യുന്നതിൻ്റെ ഒരു ഗ്രാഫ്, ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സർഫസ് എത്തുമ്പോഴാണ് മാക്സിമം ഉണ്ടാവും. അപ്പോൾ ഇത് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. R ഈക്വൽ ടു ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ സർഫസിലാണ് മാക്സിമം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുക. സർഫസിന് ഹൈറ്റ് പോയാലും കുറയും, നിങ്ങളുടെ ഡെപ്ത് വന്നാലും കുറയും. അത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്, അവിടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൽ C ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ഡെപ്ത് ഫ്രം ദ സർഫസ് the acceleration due to gravity become g/2. ഓക്കെ, സി ക്വസ്റ്റ്യൻ പറയുന്നത് ഏതോ ഒരു ഡെപ്ത് ഉണ്ട്, അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസിലുള്ളതിൻ്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡെപ്ത് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഫോർമുല എപ്പോൾ ഡിറൈവ് ചെയ്തു, എന്താ G × 1 - d/r. G × 1 - d/r. ഇപ്പോൾ ജി ഡിക്ക് പകരം G/2 കൊടുക്കുക അല്ലേ. ഇപ്പോൾ ജി ഡിക്ക് പകരം G/2 ഈക്വൽ ടു G × 1 - d/r. 1 - d/r. ഇപ്പോൾ രണ്ട് സൈഡിലും G ക്യാൻസൽ ചെയ്താൽ 1/2 ഈക്വൽ ടു 1 - d/r തരും. ആ -d/r ഇങ്ങോട്ട് എടുക്കുക, അപ്പോൾ d/r ആവും, പ്ലസ് d/r. കറക്റ്റ് അല്ലേ. -d/r ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഈ 1/2 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്തായി 1 - 1/2. അപ്പോൾ d/r ഈക്വൽ ടു 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. 1 അര കുറച്ചാൽ അര അല്ലേ. ഇപ്പോൾ d ഈക്വൽ ടു ഈ r അങ്ങോട്ട് കൊടുത്താൽ r/2 അല്ലേ. ഇപ്പോൾ d ഈക്വൽ ടു എന്ത് കിട്ടും, r/2 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ, d ഈക്വൽ ടു r/2. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നുണ്ട്. യെസ്, അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ഫോർ എ പ്രൊജക്റ്റൈൽ. പ്രൊജക്റ്റൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം അല്ലേ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് തന്നെ ആയിരിക്കും, എന്നാലും നമ്മളൊന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അവിടെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നടക്കുന്നുണ്ട്, ഒരു പ്രൊജക്റ്റൈൽ മോഷൻ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഓക്കെ, ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ടിൽ എത്താടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്, അതാണ് H, മാക്സിമം ഹൈറ്റ്. പിന്നെ ഇവിടേക്ക് ഉണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം ഡിറൈവ് ചെയ്യുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒന്നാമത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കടാ, ഇവിടെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ട് അല്ലേ. ഈ പ്രൊജക്റ്റൈൽ മോഷന് നമ്മൾ കൊടുത്ത ഇനീഷ്യൽ സ്പീഡ് u ആണെന്ന് എഴുതിക്കോ. നമ്മൾ കൊടുത്ത ഇനീഷ്യൽ സ്പീഡ് എന്താണ്, u. അത് ഇവിടെ ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യുവിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ. ഇങ്ങോട്ട് ആരുണ്ടാവുക, u cos തീറ്റ, ഇങ്ങോട്ട് ആരുണ്ടാവുക u cos തീറ്റ, ഇങ്ങോട്ട് ആരുണ്ടാവുക u sin തീറ്റ, ഇങ്ങോട്ട് ആരുണ്ടാവുക u sin തീറ്റ. അതൊക്കെ നമുക്ക് അറിയാം അല്ലേ. പിന്നെ ഞാനിവിടെ വെർട്ടിക്കൽ മോഷനാണ് നോക്കാൻ പോണത്, അല്ലെങ്കിൽ y ആക്സിസ് ആണ് നോക്കാൻ പോണത് കേട്ടോ. ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ മോഷനാണ് നോക്കാൻ പോണത്, അല്ലെങ്കിൽ y ആക്സിലുള്ള മോഷനാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോടോ, S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഇക്വേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇപ്പോൾ S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, y ആക്സിസിൽ ഇതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. കാരണം എന്താ അറിയോ, തുടങ്ങിയ സ്ഥലം ഒറിജിൻ ആണ്, 0 ആണ്. y ആക്സിസിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയ സ്ഥലം 0 ആണ്. തിരിച്ചത് അതേ ഗ്രൗണ്ടിൽ തന്നെ വന്നിരിക്കുമ്പോൾ y ആക്സിസിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഗ്രൗണ്ടിൽ നിന്ന് പോയ ഒരാൾ തിരിച്ച് ഗ്രൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ y ആക്സിസിൽ മേലക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് അതിനർത്ഥം അല്ലേ. യെസ്, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്ത് കൊടുക്കാം, 0. y ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ. ഇനി u എന്ന് പറഞ്ഞാൽ y ആക്സിലുള്ള ഇനീഷ്യൽ സ്പീഡ്, അത് u sin തീറ്റ അല്ലേ അല്ലേ. അപ്പോൾ യുക്ക് എന്ത് കൊടുക്കണം, u sin തീറ്റ, യുക്ക് u sin തീറ്റ ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈമാണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് കൊടുക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ T. ഓക്കെ, പ്ലസ് ഹാഫ് ഇൻറ്റു എ. എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ ആണ്, ഇവിടെ ആക്സിലറേഷൻ -g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ ടി ഉണ്ട്, ടീമിന് ടൈം ഓഫ് ഫ്ലൈറ്റ് കൊടുക്കണം, അപ്പോൾ t² എന്നാകും അല്ലേ. ഓക്കെ, ഞാൻ മൈനസ് ഉള്ള ടേം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് ഹാഫ് GT² ഇങ്ങോട്ട് വരുമ്പോൾ ഹാഫ് GT² എന്നാവും, ഹാഫ് GT² അല്ലേ. സീക്വൽ ടു മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും അല്ലേ. ബാക്കി u sin തീറ്റ, u sin തീറ്റ ഇൻറ്റു ടി എന്ന് വരും അല്ലേ. ഇപ്പം ഇവിടുന്ന് ഒരു ടിയും ഇവിടുന്ന് ഒരു ടിയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു ഈ /2 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 2u sin തീറ്റ, 2u sin തീറ്റ ബൈ ജി, 2u sin തീറ്റ ബൈ ജി. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് T is equal to
2u sin theta. ക്ലിയർ ആണല്ലോ സംശയം ഉണ്ടാവില്ലല്ലോ ഇല്ല. ഇപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin theta എന്ന് വരും. ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin theta എന്ന് വരും അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത് ഫോർമുല യൂസ് ചെയ്യണമെന്ന് നോക്കടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ആണ് വേണ്ടത്. ഓക്കെ, വി സ്ക്വയർ. വീണ്ടും ഞാൻ വൈ ആക്സിസ് തന്നെ നോക്കുകയാണ്. വൈ ആക്സിസ്. ഓക്കെ, വൈ ആക്സിസിൽ നമ്മൾ ഏത് ഫോർമുല കൊടുക്കേണ്ടത്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, എടാ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. കാര്യം എന്താ അറിയോ? ഇത് പോയി മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താവും? 0 ആവും. കറക്റ്റ് അല്ലേ? പോയി മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താകും? 0. ഓക്കെ, യു വൈ ആക്സിസ് ആയതുകൊണ്ട് യുക്ക് എന്ത് കൊടുക്കണം? യു സൈൻ തീറ്റ. അതിനെ സ്ക്വയർ ചെയ്യണം. പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ പകരം -g ഇൻറ്റു എസ് അല്ലേ. എടാ നമ്മളിപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കാര്യം നോക്കണത്. അപ്പോൾ വൈ ആക്സിൽ മേലക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ h ആണ് അല്ലേ. അതാണ് മാക്സിമം ഹൈറ്റ്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? h എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ -2gh ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്തായി? 2gh പ്ലസ് 2gh സീക്വൽ ടു ഇവിടെ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. നമുക്ക് വേണ്ടത് h ആണ്. ഇത് ക്യാപിറ്റൽ വെച്ചിട്ടോ. നമുക്ക് വേണ്ടത് h ആണ്. h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ആ 2g ഇങ്ങോട്ട് എടുത്താൽ by 2g. ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് അല്ലേ. മാക്സിമം ഹൈറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 2g by 2g. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് റേഞ്ച് കണ്ടെത്തണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചത് റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ റേഞ്ച് ചോദിക്കുമ്പോൾ ഞാൻ എക്സ് ആക്സിസ് ആണ് നോക്കുന്നത്. റേഞ്ച് നോക്കുമ്പോൾ എക്സ് ആക്സിസ്. ഏത് ഇക്വേഷനാ? സെയിം ഇക്വേഷൻ. എസ് ഈക്വൽ ടു യു ടി. സോറി, ഇക്വേഷൻ അല്ല, റേഞ്ച്. ആദ്യം നിങ്ങൾ നോക്കാം റേഞ്ച് എന്താ നോക്കാം. ഇതാ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് അല്ലടാ. എക്സ് ആക്സിസിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഞ്ച് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാ നോക്കണേ. യെസ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ എക്സ് ആക്സിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നേരെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് റേഞ്ച് ആണ് കാണേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഇതെന്താ? ഈ ബോഡിക്ക് എക്സ് ആക്സിസിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റാ. ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ ചെയ്യേണ്ടത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ റേഞ്ച് ഈക്വൽ ടു വെലോസിറ്റി. എടാ എക്സ് ആക്സിലെ വെലോസിറ്റി യു കോസ് തീറ്റ അല്ലേ. അതെല്ലാ സമയത്തും യു കോസ് തീറ്റ ആയിരിക്കും. ഇൻറ്റു ടൈമിന് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കൊടുക്കേണ്ടത്. കാരണം ഫുൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ കിട്ടിയത് 2u sin theta by g. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? 2u sin theta by g എന്ന് കൊടുക്കാം. 2u sin theta by g. അപ്പോൾ r is equal to ഇവിടെ ഒരു u. അപ്പോൾ u സ്ക്വയർ ആയി. പിന്നെ ഇവിടെ 2 ഉണ്ട്. 2 sin theta cos theta. 2 sin theta ഇൻറ്റു കോസ് തീറ്റ ബൈ ജി. കറക്റ്റ് അല്ലേ? ഇവിടെ 2 ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. യും കൂടെ യു സ്ക്വയർ ആയി. അപ്പോൾ യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ. ഇവിടെ നോക്കാം 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? സൈൻ 2 തീറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2 സൈൻ തീറ്റ കോസ് തീറ്റനെ സൈൻ 2 തീറ്റ. അപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. 2 സൈൻ തീറ്റ കോസ് തീറ്റനെയാണ് സൈൻ 2 തീറ്റ എന്ന് എഴുതിയത്. അപ്പോൾ റേഞ്ച് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിത് 3 എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഈ ഫിൻടോപ്പിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കാണണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.